തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിൽ പുറം ലോകത്തിൻ്റെ ബഹളങ്ങൾ അധികം കടന്നു ചെല്ലാത്തൊരിടത്ത് എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഇന്നും ഉത്തരം കിട്ടാത്തൊരു അനുഭവകഥയാണിത്. യുക്തിക്ക് നിരക്കാത്തതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ അനുഭവിച്ച എനിക്ക് അത് മരണതുല്യമായ സത്യമായിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് ഞാൻ പറയാം. തമിഴ്നാട്ടിലെ ആ ചെറിയ ഗ്രാമത്തിലേക്ക് ഞാൻ വണ്ടി ഇറങ്ങുമ്പോൾ സമയം ഉച്ചകഴിഞ്ഞ് 3 മണി കഴിഞ്ഞിരുന്നു. ജോലിയുടെ ഭാഗമായാണ് ഞാൻ അവിടെ എത്തിയത്. ഇന്നത്തെ പോലെ എവിടെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുവാൻ മൊബൈൽ ഫോണുകളില്ലാതിരുന്ന കാലം. കത്തുകളിലൂടെയും ലാൻഡ് ലൈൻ ഫോണുകളിലൂടെയും മാത്രം ആശയവിനിമയം നടന്നിരുന്ന ഒരു കാലഘട്ടം. ഞാൻ ജോലി ചെയ്യേണ്ടിയിരുന്ന ഫാക്ടറി ആ ഗ്രാമത്തിൻ്റെ ഒരറ്റത്തായിരുന്നു. ചുറ്റും തരിശുഭൂമി, കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന വിജനമായ പ്രദേശം. ഫാക്ടറിയിലെ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും മാത്രമാണ് അവിടെ താമസിക്കുന്നത്. പുറത്തുനിന്നുള്ള ഒരാൾ അവിടെ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. എനിക്ക് വേണ്ട താമസ സൗകര്യം ഫാക്ടറി അധികൃതർ തന്നെ ഏർപ്പാടാക്കിയിരുന്നു. കമ്പനി ക്വാർട്ടേഴ്സുകൾ എന്ന് വിളിക്കാവുന്ന പഴയ വീടുകൾ. എനിക്ക് അനുവദിച്ച വീട്ടിൽ ഞാനടക്കം 5 പേരാണ് ഉണ്ടായിരുന്നത്. കൂടെയുള്ള 4 പേരും ആ ഗ്രാമത്തിൽ നേരത്തെ ജോലി ചെയ്യുന്നവരായിരുന്നു. എന്നെപ്പോലെ തന്നെ പല ദേശങ്ങളിൽ നിന്നും വന്നവർ. ആ വീട് കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു. താഴത്തെ നിലയിൽ വലിയൊരു ഹാളും ഒരു ബെഡ്റൂമും അടുക്കളയും. മുകളിലെ നിലയിലേക്ക് കയറാൻ പുറത്തുനിന്നായിരുന്നു കോണിപ്പടികൾ. മുകളിൽ ഒറ്റപ്പെട്ട ഒരു മുറി മാത്രം. വിശാലമായ ടെറസിന് നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ മുറി കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി എടുത്തു. എന്നാൽ രാത്രിയായപ്പോൾ കാര്യങ്ങൾ മാറി. ഉറങ്ങാൻ നേരമായപ്പോൾ അവർ 4 പേരും താഴത്തെ ആ ഒറ്റ ബെഡ്റൂമിലേക്ക് ചുരുണ്ടുകൂടാൻ തുടങ്ങി. താഴത്തെ മുറിയിൽ അത്രയും പേർ കിടക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എന്തിനാണ് നമ്മളിങ്ങനെ ഞെരുങ്ങി കിടക്കുന്നത്? മുകളിൽ നല്ലൊരു മുറി വെറുതെ കിടക്കുകയല്ലേ. ഞാൻ അങ്ങോട്ട് മാറാം, ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നവരുടെ മുഖം മാറി. രാമു എന്ന തമിഴ്നാട്ടുകാരനായ സുഹൃത്ത് എൻ്റെ കയ്യിൽ പിടിച്ചു. വേണ്ട സാർ, ആ മുകളിലെ മുറി നല്ലതല്ല, അവിടെ ആരും കിടക്കാറില്ല. ഒരുതരം തമിഴ് ശൈലിയോടെ അയാൾ പറഞ്ഞു. ഞാൻ ചിരിച്ചു. എന്ത് നല്ലതല്ലെന്ന്? വൃത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. അതല്ല സാർ, മറ്റൊരാൾ ഇടപെട്ടു. അവിടെ എന്തൊക്കെയോ ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്. രാത്രിയിൽ അവിടെ കിടന്നവർ ആരും പിന്നീട് അവിടെ കിടന്നിട്ടില്ല. എന്തൊക്കെയോ ശബ്ദങ്ങൾ, അമാനുഷികമായ എന്തൊക്കെയോ. അവർ പറയുന്നത് കേട്ട് എനിക്ക് ചിരിയാണ് വന്നത്. പ്രേതത്തിലും പിശാചിലും എനിക്കൊട്ടും വിശ്വാസമില്ലായിരുന്നു. പകൽ മുഴുവൻ പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോൾ സ്വസ്ഥമായി ഉറങ്ങാൻ എനിക്ക് ഏകാന്തത ആവശ്യമായിരുന്നു. അവരുടെ പേടി വെറും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഞാൻ ആ താക്കോൽ വാങ്ങി. അവരെന്നെ ദയനീയമായി നോക്കി. പക്ഷെ പിന്നീട് ആരും എന്നെ തടഞ്ഞില്ല. ഞാൻ മുകളിലെത്തി മുറി തുറന്നപ്പോൾ ഒരുതരം പഴകിയ മണം അടിച്ചു വീശിയെങ്കിലും ആ മുറിക്ക് വേറെ കുഴപ്പമൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അത്യാവശ്യം വലിപ്പമുള്ള 2 ജനലുകളുള്ള മുറി. ഞാനിത് വൃത്തിയാക്കി. എൻ്റെ കിടക്ക വിരിച്ചു. താഴെ കൂട്ടുകാർ തിങ്ങി നിറഞ്ഞു കിടക്കുമ്പോൾ രാജാവിനെ പോലെ ഒറ്റയ്ക്ക് കിടക്കാമല്ലേ എന്ന അഹങ്കാരമായിരുന്നു എനിക്കപ്പോൾ. ആ രാത്രി ക്ഷീണം കാരണം ഞാൻ വേഗം ഉറങ്ങി. ജനലുകൾ തുറന്നിട്ടിരുന്നു. നല്ല കാറ്റ് ലഭിച്ചിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഗാഠനിദ്രയിലായി. രാത്രി എപ്പോഴാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. പുറത്ത് വലിയ ബഹളം. ജനലുകൾക്കിടയിലൂടെ നോക്കുമ്പോൾ പുറത്തൊന്നും കാണാനില്ല, കൂരിരുട്ട് മാത്രം. പക്ഷേ കാതുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തത്ര ശക്തമായ ശബ്ദം. ഭയങ്കരമായ കാറ്റ് വീശുന്നു. ഒപ്പം മേൽക്കൂരയിൽ പെരുമഴ പെയ്യുന്ന ശബ്ദം. ഓടിട്ട മേൽക്കൂരയിൽ കല്ലുകൾ വാരിയെറിയുന്നത് പോലെ മഴത്തുള്ളികൾ പതിക്കുന്നു. ഇടിമുഴക്കം. കാറ്റ് ആഞ്ഞു വീശുന്നു. ഞാൻ എഴുന്നേറ്റ് ജനൽപ്പാളികൾ അടച്ചു. പുറത്തു നോക്കിയപ്പോൾ മരങ്ങൾ കാറ്റിൽ ആടിയുലയുന്ന ശബ്ദം കേൾക്കാം. നല്ല മഴയാണല്ലോ, ഞാൻ മനസ്സിൽ വിചാരിച്ചു. ശേഷം ആ തണുപ്പിൽ പുതപ്പ് വലിച്ചു മൂടി ഞാൻ വീണ്ടും ഉറങ്ങി. നേരം വെളുത്തു. ഞാൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി. അപ്പോഴാണ് വിചിത്രമായ ആ കാഴ്ച കണ്ടത്. മുറ്റത്തിനടുത്തും മഴ പെയ്തതിൻ്റെ ഒരു ലക്ഷണം പോലുമില്ല. മണ്ണിൽ ഒരു തുള്ളി വെള്ളം വീണ പാടില്ല. തലേ ദിവസം രാത്രി ആഞ്ഞുലച്ച പെയ്ത മഴ എവിടെ? താഴെ ചെന്നപ്പോൾ കൂട്ടുകാർ ചായ കുടിക്കുന്നു. ഇന്നലെ രാത്രി എങ്ങനെയുണ്ടായിരുന്നു? രാമു ചോദിച്ചു. നല്ല മഴയായിരുന്നല്ലേ? ഞാൻ തിരിച്ചു ചോദിച്ചു. അവർ പരസ്പരം നോക്കി. മഴയോ?
ഇവിടെ ഒരു തുള്ളി പോലും പെയ്തിട്ടില്ല സാർ, രാമു പറഞ്ഞു. ഞാൻ സ്തംഭിച്ചു പോയി. അപ്പോൾ ഞാൻ കേട്ടത് ആ കാറ്റ്, ആ ഇടിമുഴക്കം. അതൊരു സ്വപ്നമായിരിക്കുമെന്ന് കരുതി ഞാൻ സ്വയം സമാധാനിച്ചു. ആരോടുമൊന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ അവരെന്നെ കളിയാക്കും, അല്ലെങ്കിൽ പേടിപ്പിക്കും. അതെനിക്കുറപ്പായിരുന്നു. രണ്ടാമത്തെ രാത്രി ഞാൻ മനഃപൂർവ്വം ജനലുകൾ അടച്ചിട്ടു. കിടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ കൃത്യം അതേ സമയം വീണ്ടും ആ ശബ്ദം, കാറ്റ് വീശുന്ന ശബ്ദം. പിന്നാലെ മേൽക്കൂരയിൽ മഴ തകർത്ത് പെയ്യുന്നു. ഇത്തവണ എനിക്കുറപ്പായിരുന്നു, ഇത് സ്വപ്നമല്ല. ഞാൻ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. മുറിയിൽ വെളിച്ചം നിറഞ്ഞു. ശബ്ദം അപ്പോഴും കേൾക്കാം. ഞാൻ ധൈര്യം സംഭരിച്ച് വാതിൽ തുറന്ന ടെറസിലേക്ക് ഇറങ്ങി. ഞെട്ടിപ്പിക്കുന്ന നിശബ്ദത. മുറിക്ക് പുറത്ത് മഴയില്ല, കാറ്റില്ല. ആകാശം തെളിഞ്ഞു നിൽക്കുന്നു. നക്ഷത്രങ്ങളെ കാണാം. പക്ഷേ തിരികെ മുറിയിൽ കയറി വാതിലടച്ചപ്പോൾ വീണ്ടും ആ ഇരമ്പൽ. എൻ്റെ ഉള്ളൊന്ന് കാളി. ഇത് സാധാരണ മഴയല്ല. ഈ മുറിക്ക് ചുറ്റും മാത്രം നടക്കുന്ന എന്തോ ഒന്ന്. ഭയം എന്നെ മെല്ലെ പിടികൂടാൻ തുടങ്ങി. പക്ഷേ താഴെ പോയി കിടന്നാൽ കൂട്ടുകാർ കളിയാക്കുമെന്ന് കരുതി ഞാൻ ആ രാത്രിയും അവിടെ കഴിച്ചു കൂട്ടി. അടുത്ത പകൽ ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. ജോലിക്കിടയിലും എൻ്റെ മനസ്സ് ആ മുറിയിലായിരുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? പിറ്റേന്ന് രാത്രി വീണ്ടും അതേ സമയത്ത് മഴയുടെ ശബ്ദമെത്തി. ഞാൻ പേടിയോടെ എഴുന്നേറ്റിരുന്നു. പെട്ടെന്ന് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഈ ശബ്ദം നിലച്ചു. പിന്നെ അതിനേക്കാൾ ഭീകരമായ ചില ശബ്ദങ്ങൾ പകരം വന്നു. ഞാൻ പേടിയോടെ ചുറ്റും നോക്കി. ആ മുറിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ എന്നെ വേട്ടയാടാൻ തുടങ്ങി. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കുമ്പോൾ മുറിയുടെ മൂലയിലൊരു കറുപ്പ് പരക്കുന്നത് പോലെ. ആദ്യമൊക്കെ അതെൻ്റെ തോന്നലാണെന്ന് കരുതി ഞാൻ കണ്ണുകൾ മുറുക്കെ അടച്ചു. പക്ഷേ ആ തോന്നൽ ശക്തമായിക്കൊണ്ടിരുന്നു. ആരോ എന്നെ ഉറ്റുനോക്കുന്നു. മുറിയുടെ വടക്കേ മൂലയിൽ നിന്നാണ് ആ നോട്ടം വരുന്നത്. അടുത്ത രാത്രി പാതി ഉറക്കത്തിൽ ഞാൻ കണ്ണു തുറന്നു. മുറിയിൽ നേരിയ നിലാവെളിച്ചമുണ്ട്. എൻ്റെ കാൽക്കൽ കുറച്ചകലെയായി ഒരു രൂപം. അതൊരു മനുഷ്യനല്ല, വ്യക്തമായ രൂപമില്ലാത്ത ഒരു കരുനിഴൽ. അത് അനങ്ങാതെ നിൽക്കുകയാണ്. എൻ്റെ ശരീരം മരവിച്ചു പോയി. വിരൽ പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥ. തൊണ്ടയിൽ ശബ്ദം കുരുങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ രൂപം മെല്ലെ മാഞ്ഞുപോയി. പിന്നീടുള്ള ദിവസങ്ങൾ എനിക്ക് നരകതുല്യമായിരുന്നു. ഓരോ രാത്രിയും ആ രൂപം എന്നോട് കൂടുതൽ അടുത്തു വരാൻ തുടങ്ങി. ആദ്യം മൂലയിൽ നിന്നിരുന്ന നിഴൽ പിന്നീട് കട്ടിലിൻ്റെ അരികിലേക്ക് നീങ്ങി. ഓരോ അടി വരുമ്പോഴും മുറിയിലെ അന്തരീക്ഷം മരവിച്ചു പോകുന്നത് പോലെ വല്ലാത്തൊരു ദുർഗന്ധം മുറിയിൽ നിറയും. പഴകിയ പൂപ്പലിൻ്റെയും കരിഞ്ഞ മണ്ണെണ്ണയുടെയും മണം. പക്ഷേ എൻ്റെ ഈഗോ, ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണ്. ഞാൻ എന്നോട് തന്നെ മന്ത്രിച്ചു. പകൽ സമയത്ത് ആ മുറിയിൽ യാതൊരു കുഴപ്പവുമില്ല. രാത്രി 12 മണി കഴിഞ്ഞാൽ മാത്രമാണ് ഈ മാറ്റങ്ങൾ. ആ അവസാനത്തെ രാത്രി എനിക്കിന്നും ഓർക്കാൻ വയ്യ. അന്ന് നല്ല ക്ഷീണമുണ്ടായിരുന്നിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പെട്ടെന്നാണ് ആ മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറിയത്. ഞാൻ ചാടി എഴുന്നേറ്റു. ലൈറ്റ് ഇടാൻ സ്വിച്ചിലേക്ക് കൈ നീട്ടി. പക്ഷെ ലൈറ്റ് തെളിഞ്ഞില്ല. കറണ്ട് പോയിരിക്കുന്നു. ആ കൂരിരുട്ടിൽ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ മുഖത്തോട് ചേർന്ന് ആ നിഴൽ രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കതിൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് പോലും അനുഭവപ്പെടുന്നത് പോലെ തോന്നി. ഇത്തവണ അത് വെറുതെ നിൽക്കുകയായിരുന്നില്ല. അതെൻ്റെ കഴുത്തിന് നേരെ കൈനീട്ടുന്നത് പോലെ എനിക്ക് തോന്നി. വല്ലാത്തൊരു ഭാരം എൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. ആരെങ്കിലും ഓടി വരണേ! എൻ്റെ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ ഞാൻ അലറി വിളിച്ചു. ആ അലർച്ച ആ ഗ്രാമം മുഴുവൻ കേട്ടിട്ടുണ്ടാകണം. എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. കോണിപ്പടികൾ എങ്ങനെയാണ് ഇറങ്ങിയതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. താഴെ എത്തിയ ഞാൻ അവിടുത്തെ മുറിയുടെ വാതിലിൽ ശക്തിയായി ഇടിച്ചു. വാതിൽ തുറക്ക്! രാമുവും കൂട്ടരും പേടിച്ചിരണ്ട് വാതിൽ തുറന്നു. വിയർത്ത് കുളിച്ച് വിറച്ച് നിൽക്കുന്ന എന്നെ കണ്ടപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി. ആരും എന്നെ കളിയാക്കിയില്ല. ഒരു ചോദ്യം പോലും ചോദിച്ചതുമില്ല. രാമു വേഗം പോയി എനിക്ക് വെള്ളം തന്നു. അവരുടെ കിടക്കയിൽ എനിക്കിടം തന്നു. ഞങ്ങൾ പറഞ്ഞതല്ലേ സാർ അവിടെ നിൽക്കരുതെന്ന്, രാമു പതുക്കെ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ അവരുടെ നടുവിൽ ആ ഇടുങ്ങിയ മുറിയിൽ സുരക്ഷിതനായി കിടന്നു. മുകളിലെ മുറിയിൽ നിന്ന് ഇടയ്ക്കിടെ എന്തൊക്കെയോ വലിച്ചഴയ്ക്കുന്ന ശബ്ദങ്ങൾ അപ്പോഴും കേൾക്കാമായിരുന്നു. പിറ്റേന്ന് പകൽ ഞാൻ ആ മുറിയിൽ നിന്ന് എൻ്റെ സാധനങ്ങളെല്ലാം താഴേക്ക് മാറ്റി.
പകൽ വെളിച്ചത്തിൽ ആ മുറി കാണുമ്പോൾ ഒരു കുഴപ്പവുമില്ല, ശാന്തം. പക്ഷേ എനിക്ക് ആ പടികൾ കയറാൻ പോലും പേടിയായിരുന്നു. ഞാൻ പിന്നീട് ആ വീടിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. ഇവിടെ പണ്ടാരെങ്കിലും മരിച്ചിട്ടുണ്ടോ, ആത്മഹത്യയോ മറ്റോ? ഞാൻ ഗ്രാമവാസികളോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല സാർ, ഈ വീട് പണിതിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുൻപ് ഇവിടെ വെറും പറമ്പായിരുന്നു, ആരും താമസിച്ചിരുന്നില്ല. ഫാക്ടറി വന്നതിന് ശേഷമാണ് ഇവിടെ ആളുകൾ വന്നത്. ഈ വീട്ടിൽ ഇന്ന് വരെ ഒരു ദുർമരണവും നടന്നിട്ടില്ല. ഇതാണ് എന്നെ കുഴപ്പിച്ചത്. സാധാരണ പ്രേതകഥകളിൽ പറയുന്നത് പോലെ അവിടെ ആരും കൊല്ലപ്പെട്ടിട്ടില്ല, ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ആ മുറിയിൽ മാത്രം ഇങ്ങനെയൊരു സാന്നിധ്യം? താഴത്തെ നിലയിൽ 4 പേർ സുഖമായി ഉറങ്ങുന്നു. വീടിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും സാധാരണമാണ്. മുകളിലെ ആ ഒറ്റ മുറിയിൽ മാത്രം എന്താണ് സംഭവിക്കുന്നത്? ആ പറമ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അറിയില്ല. ഫാക്ടറി വരുന്നതിന് മുൻപ് അവിടെ വിജനമായിരുന്നു എന്ന് മാത്രം അറിയാം. ഒരുപക്ഷെ മനുഷ്യവാസമില്ലാത്ത കാലത്ത് അവിടെ കുടിയിരുത്തപ്പെട്ട ഏതെങ്കിലും ശക്തിയാവാം. അല്ലെങ്കിൽ ആ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചു മൂടപ്പെട്ട എന്തെങ്കിലും രഹസ്യങ്ങൾ. ജോലി കഴിഞ്ഞ് ഞാൻ ആ ഗ്രാമത്തിൽ നിന്ന് മടങ്ങുമ്പോൾ തിരികെ നോക്കി. ആ മുകളിലെ മുറിയുടെ ജനലുകൾ എന്നെ തന്നെ ഉറ്റുനോക്കുന്നത് പോലെ തോന്നി. അതിനുള്ളിൽ ഇപ്പോഴും ആ നിഴൽ ചുറ്റിത്തിരിയുന്നുണ്ടാകാം. യുക്തിവാദിയായിരുന്ന ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ശാസ്ത്രത്തിനും യുക്തിക്കും അപ്പുറം ചില സത്യങ്ങളുണ്ട്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. ആ മുകളിലെ മുറി ഇന്നും ഒരു ചോദ്യചിഹ്നമായി എൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. കർക്കിടക മാസത്തിലെ മഴയൊഴിഞ്ഞു നിൽക്കുന്ന ഉച്ചമയങ്ങിയ സമയം. എങ്കിലും ആകാശത്ത് കാർമേഘങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഉച്ചസമയമായിട്ട് പോലും വെയിലിന് വല്ലാത്തൊരു മങ്ങലുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ആ പഴയ തറവാടിനോട് ചേർന്നുള്ള പറമ്പ് എപ്പോഴും ആളൊഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. കാഞ്ഞിരപ്പറമ്പെന്നാണ് നാട്ടുകാർ ആ സ്ഥലത്തെ വിളിച്ചിരുന്നത്. നിറയെ കാഞ്ഞിര മരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ, പകൽ പോലും ഇരുട്ടുവീണ കിടക്കുന്ന ഇടം. 10 വയസ്സുകാരിയായ അമ്മുവിന് ആ പറമ്പ് എന്നും ഒരു കൗതുകമായിരുന്നു. മുതിർന്നവർ അവിടെ പോകരുതെന്ന് വിലക്കിയിട്ടുണ്ടെങ്കിലും നിരോധിച്ച കാര്യങ്ങളോടുള്ള കുട്ടികളുടെ സഹജമായ ആകാംക്ഷ അവളെ അങ്ങോട്ട് ആകർഷിച്ചു. അന്നുച്ചയ്ക്ക് എല്ലാവരും മയക്കത്തിലായ സമയം നോക്കി അമ്മൂപ്പതിയെ വീടിന്റെ പിൻവാതിൽ തുറന്ന് പുറത്തിറങ്ങി. കാറ്റനക്കം പോലുമില്ലാത്ത അന്തരീക്ഷം. പറമ്പിലേക്ക് കടക്കുമ്പോൾ ഉണങ്ങിയ ഇലകൾ ചവിട്ടുന്ന ശബ്ദം മാത്രം കേൾക്കാം. പക്ഷികളുടെ ചിലപ്പുകൾ പോലുമില്ലാതെ ആ സ്ഥലം വല്ലാതെ നിശബ്ദമായിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവൾക്ക് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. പെട്ടെന്നാണ് ആ വലിയ കാഞ്ഞിര മരത്തിന് ചുവട്ടിൽ ഒരാൾ നിൽക്കുന്നത് അവൾ കണ്ടത്. അമ്മു നടത്തം നിർത്തി. ആ രൂപം അവൾക്ക് അപരിചിതമായിരുന്നു. നീണ്ട മുഷിഞ്ഞ വെള്ളവസ്ത്രം ധരിച്ച ഒരാൾ. അയാൾ മരത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. അയാളുടെ മുടി നീണ്ട് തോളോളം കിടക്കുന്നു. ആരാ അത്? അമ്മുവിന്റെ സംശയം ആ നിശബ്ദതയിൽ മുഴങ്ങി. അയാൾ അനങ്ങിയില്ല, ഒന്നും മിണ്ടിയതുമില്ല. അമ്മു ഒരൽപ്പം കൂടി അടുത്ത് ചെന്നു. ഇവിടെ എന്താ ചെയ്യുന്നതെങ്കിൽ? ആരാ നിങ്ങൾ? പെട്ടെന്ന് ആ രൂപം തിരിഞ്ഞു. അവളുടെ ശ്വാസം നിലച്ചു പോയി. അയാളുടെ മുഖം അത് സാധാരണ മനുഷ്യരുടേതുപോലെ ആയിരുന്നില്ല. വിളറി വെളുത്ത മുഖത്ത് കുഴിയിലായിരുന്ന കണ്ണുകൾ. ആ കണ്ണുകൾക്ക് കനലിന്റെ നിറമായിരുന്നു. ദേഷ്യവും വെറുപ്പും കലർന്ന ആ നോട്ടം അവളുടെ ആത്മാവിലേക്ക് തുളച്ചു കയറുന്നത് പോലെ തോന്നി. അയാളൊന്നും മിണ്ടിയില്ല. പക്ഷേ ആ നോട്ടം മതിയായിരുന്നു അവളെ ഭയപ്പെടുത്താൻ. ഭയം കൊണ്ട് വിറച്ചുപോയ അമ്മുവിന് അനങ്ങാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അയാൾ അവളെ നോക്കി പല്ലുകൾ ഞെരിച്ചു. ഒരു മൃഗത്തെ പോലെ മുരണ്ടു. ആ ശബ്ദം കേട്ടതും അമ്മുവിന്റെ ബോധം തിരികെ കിട്ടി. അവൾ ജീവനും കൊണ്ട് തിരിഞ്ഞോടി. ഓടി അവൾ ഒരു വലിയ പാറയുടെ പിന്നിൽ പോയി ഒളിച്ചു. ഹൃദയം പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. അവൾ ശ്വാസമടക്കി പിടിച്ച് ആ പാറയുടെ വിടവിലൂടെ നോക്കി. അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അയാൾ മെല്ലെ നടക്കാൻ തുടങ്ങി. കാലുകൾ നിലത്ത് വലിച്ചഴിച്ച് ഒരു യന്ത്രപ്പാവയെപ്പോലെ അയാൾ മുന്നോട്ട് നീങ്ങി. അയാൾ നടന്നു പോയത് പറമ്പിന്റെ ഏറ്റവും ഉള്ളിലുള്ള പഴയ കിണറിന്റെ അടുത്തേക്കായിരുന്നു. അയാൾ കൺമുന്നിൽ നിന്ന് മറഞ്ഞെന്ന് ഉറപ്പായപ്പോൾ എന്തോ ഒരു അദൃശ്യശക്തി അമ്മുവിനെ അങ്ങോട്ട് തന്നെ ആകർഷിച്ചു. പേടിയുണ്ടായിരുന്നെങ്കിലും അയാൾ എങ്ങോട്ടാണ് പോയതെന്നറിയാനുള്ള ആകാംക്ഷ അവളെ മുന്നോട്ട് നയിച്ചു. അവൾ പതുങ്ങി അയാൾ പോയ വഴിയെ ചെന്നു. കിണറിന്റെ അരികിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവളെ വീണ്ടും ഞെട്ടിച്ചു. അവിടെ കിണറ്റിൻകരയിലായി
കരിയിലകൾക്കിടയിൽ ഒരാൾ കിടക്കുന്നു. അമ്മു സൂക്ഷിച്ചു നോക്കി. അതൊരു മനുഷ്യ ശരീരമായിരുന്നു. പക്ഷെ അതിന് തലയുണ്ടായിരുന്നില്ല. കഴുത്തിന് മുകളിലോട്ട് ഒന്നും തന്നെയില്ല. വെട്ടിമാറ്റപ്പെട്ട കഴുത്തിൽ നിന്നും രക്തം തളം കെട്ടി നിൽക്കുന്നു. ചുറ്റും ഈച്ചകൾ ആർത്തു പറക്കുന്നു. എന്നാൽ അവളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് അതൊന്നുമല്ലായിരുന്നു. ആ ശവം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ. അത് മുഷിഞ്ഞ വെള്ള ഷർട്ടുമുണ്ടുമായിരുന്നു. അതെ, തൊട്ടു മുൻപ് അവളെ നോക്കി പേടിപ്പിച്ച നടന്നുപോയ ആ മനുഷ്യന്റെ അതേ വസ്ത്രങ്ങൾ, അതേ ശരീരപ്രകൃതി. അമ്മുവിന്റെ തല കറങ്ങി. അപ്പോൾ താൻ കണ്ടത് ആരെയാണ്? തലയില്ലാത്ത ഈ ശരീരം ഇവിടെ കിടക്കുമ്പോൾ തന്നോട് ദേഷ്യപ്പെട്ട ആ രൂപമാരാണ്? പെട്ടെന്ന് ആ ശവത്തിന്റെ കൈവിരലുകൾ ഒന്ന് അനങ്ങിയതുപോലെ അവൾക്ക് തോന്നി. വെട്ടിമാറ്റപ്പെട്ട കഴുത്തിൽ നിന്നും ഒരു ചീറ്റൽ ശബ്ദം കേട്ടു. അമ്മയെന്ന് അലറിക്കൊണ്ട് അവൾ തിരിഞ്ഞോടി. കാലുകൾക്ക് എവിടുന്ന് ശക്തി കിട്ടിയെന്നറിയില്ല. അവൾ വീട് ലക്ഷ്യമാക്കി കുതിച്ചു. വീട്ടിലെത്തിയ അവൾ ബോധരഹിതയായി വീണു. വെള്ളം തളിച്ചുണർത്തിയപ്പോൾ പിച്ചുമ്പയും പറയാൻ തുടങ്ങി. തലയില്ല, അയാൾക്ക് തലയില്ല, കണ്ണുകൾ ചുവപ്പാണ്. അവൾ അച്ഛനോടും അമ്മയോടും നടന്ന കാര്യങ്ങൾ ഇടർന്ന ശബ്ദത്തിൽ വിവരിച്ചു. അച്ഛൻ രഘുവും അയൽവാസികളായ ചിലരും കൂടി വടികളും ടോർച്ചുമായി ഉടൻ തന്നെ പറമ്പിലേക്ക് പോയി. അമ്മു പറഞ്ഞ സ്ഥലത്തെല്ലാം അവർ അരിച്ചു പെറുക്കി. പക്ഷേ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു തുള്ളി ചോരയോ ശവമോ മൽപിടുത്തം നടന്ന ലക്ഷണങ്ങളോ ഒന്നും കണ്ടില്ല. ഉണങ്ങിയ ഇലകൾ മാത്രം. കുട്ടിക്ക് തോന്നിയതാകും, വല്ല ഉടുമ്പോ മറ്റോ ഓടുന്നത് കണ്ട് പേടിച്ചതാകും. അയൽക്കാർ വിധി എഴുതി. എന്നാൽ അമ്മുവിന് ഉറപ്പായിരുന്നു താൻ കണ്ടത് സത്യമാണെന്ന്. പക്ഷേ യഥാർത്ഥ ഭീകരത തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജനലിന് പുറത്ത് കാറ്റ് വീശുന്ന ശബ്ദം. ഒരു മുരൾച്ച പോലെ അവൾക്ക് തോന്നി. പാതിരാത്രിയായപ്പോൾ അവൾ ഞെട്ടി ഉണർന്നു. മുറിയിൽ വല്ലാത്തൊരു ദുർഗന്ധം, പഴകിയ ഇറച്ചിയുടെയും ചീഞ്ഞ രക്തത്തിന്റെയും മണം. അവൾ മെല്ലെ കണ്ണു തുറന്നു. മുറിയുടെ മൂലയിൽ ഇരുട്ടിൽ ഒരാൾ നിൽക്കുന്നു. തലയില്ലാത്ത ആ രൂപം. അവന്റെ കയ്യിൽ വെട്ടിമാറ്റിയ സ്വന്തം തല തൂക്കിപ്പിടിച്ചിരുന്നു. ആ കയ്യിലിരുന്ന തലയിലെ കണ്ണുകൾ അമ്മുവിനെ തന്നെ ഉറ്റുനോക്കി. അത് വായ തുറന്ന് എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ വാക്കുകൾക്ക് പകരം രക്തം ഛർദ്ദിക്കുകയാണ് ചെയ്തത്. അമ്മു അലറിക്കരഞ്ഞു. അച്ഛനും അമ്മയും ഓടി വരുമ്പോഴേക്കും ആ രൂപം മാഞ്ഞു പോയിരുന്നു. എന്നാൽ അമ്മു വിറച്ചുകൊണ്ട് മുറിയുടെ മൂലയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നു. അതാ അതാ അവിടെ നിൽക്കുന്നു, അയാളുടെ തല കയ്യിലുണ്ട്. ദിവസങ്ങൾ കഴിയും തോറും അമ്മുവിന്റെ നില വഷളായിക്കൊണ്ടിരുന്നു. അവൾക്ക് ആഹാരം കഴിക്കാൻ കഴിയാതെയായി. കണ്ണിന് താഴെ കറുത്ത പാടുകൾ വീണു. രാത്രിയായാൽ വീടിന് മുകളിൽ കൂടി ആരോ ഓടുന്ന ശബ്ദം, ജനലുകളിൽ നഖം കൊണ്ട് മാതുന്ന ഒച്ച, വാതിലാരോ ആഞ്ഞടിക്കുന്ന ശബ്ദം. ഇതൊക്കെ പതിവായി. അമ്മു പലപ്പോഴും മറ്റൊരാളുടെ ശബ്ദത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഇവളെ എനിക്ക് വേണം, ഇവൾ എൻ്റെ വഴിയെ വന്നവളാണ് എന്നൊക്കെ അവൾ അലറി വിളിച്ചു. അവളുടെ ശബ്ദം പരുക്കനും ഭയാനകവുമായിരുന്നു. നാട്ടിലെ പ്രസിദ്ധനായ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു. അദ്ദേഹം പൂജ തുടങ്ങി. പക്ഷേ ഹോമകുണ്ഡത്തിൽ തീ തെളിയിക്കാൻ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, പെട്ടെന്ന് പൂജാമുറിയിലെ വിളക്കുകൾ അണയുകയും ചെയ്തു. മുറിയിലിരുന്നിരുന്ന ഭാരമുള്ള ഓട്ടുവിളക്ക് താനെ ഉയർന്ന് മന്ത്രവാദിയുടെ നേരെ പാഞ്ഞു ചെന്നു. അദ്ദേഹം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇത് നിസ്സാരക്കാരനല്ല, വലിയ പകയോടെ നിൽക്കുന്ന പ്രേതമാണ്. എന്റെ വിദ്യകൾ ഇവിടെ ഫലിക്കില്ല. ഞാൻ ഇവിടെ നിന്നാൽ ഈ കുട്ടിയുടെ ജീവൻ അപകടത്തിലാവും, മന്ത്രവാദി ഭയത്തോടെ പറഞ്ഞു. അമ്മുവിന്റെ അച്ഛനും അമ്മയും തകർന്നു പോയി. മകൾ ഓരോ നിമിഷവും മരണത്തിലേക്ക് അടുക്കുകയാണെന്ന് അവർക്ക് തോന്നി. അവളുടെ ശരീരത്തിൽ നീല നിറത്തിലുള്ള പാടുകൾ തെളിഞ്ഞു തുടങ്ങി. ആ തലയില്ലാത്ത രൂപം അവളുടെ കഴുത്ത് ഞെരിക്കുകയാണെന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അടുത്തുള്ള ക്ഷേത്രത്തിലെ വൃദ്ധനായ മേൽശാന്തി വിവരമറിഞ്ഞ് വീട്ടിലെത്തിയത്. അദ്ദേഹം അമ്മുവിനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ആ കണ്ണുകളിൽ ഒരു പ്രേതാത്മാവിന്റെ നിഴൽ അദ്ദേഹം കണ്ടു. രഘു, സമയമൊട്ടും കളയരുത്. ഇത് സാധാരണ ബാധയല്ല. ആ പറമ്പിൽ പണ്ട് കൊല്ലപ്പെട്ട ഏതെങ്കിലും ദുരാത്മാവാകാം. ഇതിനെ പിടിച്ചുകെട്ടാൻ ഇവിടെ ആർക്കും കഴിയില്ല. നീ അവളെയും കൊണ്ട് ചോറ്റാനിക്കരയ്ക്ക് പോവുക. അവിടെ അമ്മയുടെ സന്നിധിയിലല്ലാതെ ഇവൾക്ക് രക്ഷയില്ല, അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ആ വാക്കുകൾ അവർക്കൊരു പ്രതീക്ഷയായിരുന്നു. ഒട്ടും വൈകാതെ അവർ ചോറ്റാനിക്കരയിലേക്ക് തിരിച്ചു. യാത്രയിലുടനീളം അമ്മു അസ്വസ്ഥയായിരുന്നു.
വണ്ടിയിൽ നിന്നും പലതവണ അവൾ ചാടിപ്പോകാൻ ശ്രമിച്ചു. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തിയപ്പോൾ തന്നെ അമ്മുവിന്റെ സ്വഭാവം മാറി. അവൾ അലറാനും കുതറാനും തുടങ്ങി. എനിക്കകത്ത് കയറണ്ട, എന്നെ വിട്. ഏതോ അമാനുഷികമായ ശക്തിയോടെ അവൾ അച്ഛനെയും ബന്ധുക്കളെയും തള്ളി മാറ്റി. എങ്കിലും അവർ ബലമായി അവളെ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയി. മേൽക്കാവിൽ തൊഴുതു നിൽക്കുമ്പോൾ അവൾ വിറയ്ക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥ പരീക്ഷണമുണ്ടായത് കീഴ്ക്കാവിലെത്തിയപ്പോഴാണ്. ഭദ്രകാളിയുടെ സന്നിധി, ഗുരുതിപൂജ നടക്കുന്ന സമയം. ചുവന്ന പട്ടുടുത്ത ദേവിയുടെ ഉഗ്രരൂപത്തിന് മുൻപിലെത്തിയപ്പോൾ അമ്മുവിന്റെ ശരീരത്തിൽ ബാധിച്ച ആത്മാവിളകി. അവൾ മുടിയഴിച്ചിട്ട് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. അവളുടെ അലർച്ച ക്ഷേത്ര പരിസരം മുഴുവൻ മുഴങ്ങി. ഞാൻ പോവില്ല, ഇവളെ ഞാൻ കൊണ്ടുപോകും, ആ പ്രേതം അലറി. പൂജാരി മന്ത്രങ്ങൾ ജപിച്ച് തീർത്ഥ ജലം അവളുടെ മുഖത്തേക്ക് തളിച്ചു. അത് തീപ്പൊരി വീണതുപോലെ അവൾക്ക് പൊള്ളി. അവൾ വേദന കൊണ്ട് പൊളഞ്ഞു. ചുറ്റുമുള്ള ഭക്തർ അമ്മേ നാരായണ, ദേവി നാരായണ എന്ന് നാമം ജപിക്കാൻ തുടങ്ങി. നാമജപത്തിന്റെ ശക്തി കൂടുന്തോറും അമ്മുവിന്റെ ശരീരത്തിലെ വിറയൽ കൂടി വന്നു. പെട്ടെന്ന് ക്ഷേത്രത്തിലെ വലിയ മണി മുഴങ്ങി. ആ ശബ്ദം അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കി. പൂജാരി ജപിച്ചു കെട്ടിയ ഒരു ചരട് അമ്മുവിന്റെ കയ്യിൽ കെട്ടാനായി കൊടുത്തു. വേണ്ട വേണ്ട, ആ രൂപം കെഞ്ചാൻ തുടങ്ങി. പക്ഷേ പൂജാരി പിന്മാറിയില്ല. ദേവി മന്ത്രം ഉച്ചത്തിൽ ജപിച്ചുകൊണ്ട് അദ്ദേഹം ആ ചരട് അമ്മുവിന്റെ വലത് കൈയിൽ മുറുക്കിക്കെട്ടി. ആ നിമിഷം ഒരു വലിയ നിലവിളി അവിടെ ഉയർന്നു. അത് അമ്മുവിന്റെ ശബ്ദമായിരുന്നില്ല. ആകാശത്തേക്ക് കറുത്ത പുക പോലെ എന്തോ ഒന്ന് അവളുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നത് കണ്ടതായി ചിലർക്ക് തോന്നി. അമ്മു തളർന്ന് അച്ഛന്റെ കൈകളിലേക്ക് വീണു. കുറച്ചു നേരത്തിന് ശേഷം അമ്മു കണ്ണു തുറന്നു. അവളുടെ കണ്ണുകളിലെ ആ ഭയാനകമായ ചുവപ്പ് നിറം മാറിയിരുന്നു. പഴയ നിഷ്കളങ്കമായ കണ്ണുകൾ തിരികെ വന്നു. അച്ഛൻ, എനിക്ക് വിശക്കുന്നു, ക്ഷീണിച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറയൊഴുകി. പിന്നീട് ഒരിക്കലും അമ്മുവിന് ആ പേടി സ്വപ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കാഞ്ഞിരപ്പറമ്പിലെ ആ രൂപത്തെ അവൾ പിന്നെ കണ്ടിട്ടില്ല. ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹത്താൽ അവൾ പഴയ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഇന്നും ആ ഗ്രാമത്തിലുള്ളവർ ഉച്ചസമയത്ത് കാഞ്ഞിരപ്പറമ്പിന്റെ ഏഴയലത്ത് പോകാറില്ല. വള്ളുവനാടൻ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തായിരുന്നു ആ ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലും ചുറ്റമ്പലവും. എന്നാൽ ക്ഷേത്രത്തോളം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗാംഭീര്യത്തോടെ തലയുയർത്തി നിന്നിരുന്നത് മുറ്റത്തെ ആ വലിയ ആൽമരമായിരുന്നു. വെറുമൊരു മരമായിരുന്നില്ല അത്, ആ ഗ്രാമത്തിന്റെ ശ്വാസമായിരുന്നു. ആയിരക്കണക്കിന് കിളികൾക്ക് ചേക്കേറാൻ ഇടം നൽകിയും തളർന്നു വരുന്നവർക്ക് തണലേകിയും ആ മരം അങ്ങനെ പടർന്ന് പന്തലിച്ച് നിന്നു. ക്ഷേത്രത്തിനകത്തെ മരമായതിനാൽ തന്നെ ആ മരത്തിന്റെ ചുവട്ടിൽ എന്നും വിളക്കുകൾ തെളിയിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഐശ്വര്യം തന്നെ ആ മരമാണെന്ന് പഴമക്കാർ പറയുമായിരുന്നു. ആ മരത്തിൽ ഒരു ശക്തിയുണ്ടെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ കാലം മാറി. ഭക്തിയേക്കാൾ കച്ചവടത്തിന് പ്രാധാന്യം നൽകുന്ന പുതിയൊരു ക്ഷേത്ര കമ്മിറ്റി അധികാരത്തിൽ വന്നു. ക്ഷേത്രം മൂടി പിടിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന അജണ്ട. ടൈലുകൾ പാകണം, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയണം, സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കണം. ഇതിനെല്ലാം തടസ്സമായി അവർ കണ്ടത് മുറ്റത്തെ ആ വമ്പൻ ആൽമരത്തെയാണ്. ഈ മരം ഇവിടെ നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ ഭംഗി കളയുന്നു. മാത്രമല്ല, ഇതിന്റെ വേരുകൾ മതിലുകൾക്ക് ബലക്ഷയമുണ്ടാക്കുന്നു എന്നതായിരുന്നു കമ്മിറ്റി സെക്രട്ടറിയുടെ വാദം. പഴയ കാരണവന്മാർ എതിർത്തു. അരുത്, ആ മരം അവിടെ നിൽക്കുന്നതാണ് ഐശ്വര്യം, അതിലൊരു ചൈതന്യമുണ്ട്, അത് തൊട്ടാൽ ദോഷം വരും. പക്ഷേ പുരോഗമനവാദികളായ കമ്മിറ്റിക്കാർ അത് ചെവിക്കൊണ്ടില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അവരൊരു ദേവപ്രശ്നം വെച്ചു. പണം കൊടുത്ത് വരുത്തിയ ജ്യോത്സ്യൻ വിധിച്ചു, മരം മുറിക്കുന്നതിൽ തെറ്റില്ല, പകരം പരിഹാരക്രിയകൾ ചെയ്താൽ മതി. അങ്ങനെ മരം മുറിക്കാൻ തീരുമാനമായി. അവർ മരം മുറിക്കാൻ ആളെ തപ്പി ഇറങ്ങി. നാട്ടിലെ മരം മുറിക്കാരെല്ലാം ഭയന്ന് പിന്മാറി. ഞങ്ങളെ കൊണ്ടാവില്ല. ആരും തന്നെ ആ മരത്തിൽ കോടാലി വയ്ക്കാൻ തയ്യാറായില്ല. ഒടുവിൽ കമ്മിറ്റിക്കാർ രാജനെ സമീപിച്ചു. ഗ്രാമത്തിലെ അറിയപ്പെടുന്ന യുക്തിവാദിയും തടിപ്പണിക്കാരനുമാണ് രാജൻ. ദൈവത്തിലും ചെകുത്താനിലും വിശ്വാസമില്ലാത്ത, സ്വന്തം കൈക്കരുത്തിൽ മാത്രം വിശ്വസിക്കുന്ന മനുഷ്യൻ. തനിക്ക് പേടിയുണ്ടോ രാജ? സെക്രട്ടറി അയാളോട് ചോദിച്ചു. രാജൻ പുച്ഛത്തോടെ തിരിച്ചു. മരം മരമാണ്, അതിന് വികാരങ്ങളില്ല. കാശ് തന്നാൽ ഞാൻ മുറിച്ചിരിക്കും. അങ്ങനെ മരം മുറിക്കാൻ നിശ്ചയിച്ച ദിവസം വന്നെത്തി. ആകാശം മകരമൊന്നിന്റെ തെളിച്ചത്തിലായിരുന്നു.
പക്ഷേ ക്ഷേത്രപ്പറമ്പിൽ വല്ലാത്തൊരു മൂകത തളം കെട്ടി നിന്നു. പതിവില്ലാത്ത വിധം കാക്കകൾ ആൽമരത്തിന് മുകളിൽ വട്ടം ചുറ്റി പറന്ന് കരയുന്നുണ്ടായിരുന്നു. രാജൻ തന്റെ വലിയ ഇലക്ട്രിക് മരം മുറിക്കുന്ന മെഷീനുമായി ക്ഷേത്രത്തിലേക്കെത്തി. കൂടെ സഹായികളായി 2 പേരുണ്ട്. അവർക്ക് പേടിയുണ്ടായിരുന്നെങ്കിലും രാജന്റെ ധൈര്യത്തിൽ അവർ കൂടെ കൂടി. രാജൻ മെഷീനിൽ ഡീസൽ നിറച്ചു. മരത്തെ നോക്കിയൊന്ന് നിശ്വസിച്ചു. ഇതൊരു വലിയ പണിയാ, പേരുകൾക്ക് നല്ല കട്ടിയുണ്ടാകും, അയാൾ പെരുമ്പെറുത്തു. ശേഷം മെഷീന്റെ കോഡ് വലിച്ചു. ഭീകരമായ ശബ്ദത്തോടെ മെഷീൻ ഇരമ്പിത്തുടങ്ങി. ആ ശബ്ദം ക്ഷേത്ര മതിലുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. രാജൻ മരത്തിന്റെ വശത്തേക്ക് നീങ്ങി. മെഷീൻ മരത്തിന്റെ തൊലിയിൽ സ്പർശിക്കാനൊരുങ്ങവേ പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് അയാളുടെ മുഖത്തടിച്ചു. ഒപ്പം കണ്ണിന്റെ കോണിലൂടെ ഒരു കറുത്ത രൂപം മിന്നിമറിഞ്ഞതുപോലെ. രാജൻ ഞെട്ടി മെഷീൻ മാറ്റിപ്പിടിച്ചു. അയാൾ ചുറ്റും നോക്കി. ആരുമില്ല. സഹായികൾ അല്പം മാറി നിൽക്കുകയാണ്. തോന്നിയതാകും, അയാൾ സ്വയം പറഞ്ഞു. വീണ്ടും അയാൾ മെഷീൻ മരത്തോടടുപ്പിച്ചു. ആ നിമിഷം ക്ഷേത്രത്തിലെ വലിയ മണി മുഴങ്ങി. അവിടെ കാറ്റില്ലായിരുന്നു. മണിയടിക്കാൻ പൂജാരിയോ ഭക്തരോ ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു. രാജന്റെ സഹായികൾ ഭയന്ന് വിറച്ച് പിന്നോട്ട് മാറി. രാജേട്ടാ, ഇത് പന്തിയല്ല, നമുക്ക് പോകാം, അവരിലൊരാൾ വിളിച്ചു പറഞ്ഞു. രാജനുമെന്ന് ഭയന്നു. പക്ഷേ തന്റെ യുക്തിബോധം അയാളെ പിടിച്ചു നിർത്തി. കാറ്റടിച്ചതാകും, അല്ലെങ്കിൽ വല്ല കുരങ്ങന്മാരും. അയാൾ ശബ്ദമുയർത്തി. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. വീണ്ടും മരം മുറിക്കാൻ തുനിഞ്ഞപ്പോഴാണ് അയാളുടെ പോക്കറ്റിലെ ഫോൺ ചിലച്ചത്. മെഷീന്റെ ഇരുമ്പിളിനിടയിലും ആ ശബ്ദം അയാൾ കേട്ടു. ഫോൺ എടുത്തു. ഹലോ, രാജനല്ലേ? മറുതലകിൽ പരിഭ്രാന്തനായ ഒരു ശബ്ദം. അതെ, ആരാ? നിങ്ങളുടെ മകൾ സ്കൂളിലേക്ക് പോകും വഴി ബസ് ഒന്ന് തട്ടി. അവൾക്ക് സീരിയസ് ആണ്, വേഗം ടൗണിലെ ആശുപത്രിയിലേക്ക് വാ. രാജന്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. അയാളുടെ ഹൃദയം നിശ്ചലമായി. മകൾ, തന്റെ ജീവന്റെ ജീവൻ. യുക്തിയും വിശ്വാസവുമെല്ലാം അവിടെ അപ്രസക്തമായി. അയാൾ മെഷീൻ അവിടെ വലിച്ചെറിഞ്ഞ് ബൈക്കുമെടുത്ത് പാഞ്ഞു. ആശുപത്രിയിലെത്തിയ രാജൻ ഭ്രാന്തനെ പോലെ ഓടി നടന്നു. കാഷ്വാലിറ്റിയിലും വാർഡിലുമെല്ലാം അന്വേഷിച്ചു. പക്ഷെ അങ്ങനെ ഒരു കുട്ടി അവിടെ വന്നിട്ടില്ല. സ്കൂളിൽ വിളിച്ചു നോക്കി. മകൾ സുരക്ഷിതയായി ക്ലാസ്സിലിരിക്കുന്നുണ്ട്. അതൊരു വ്യാജ സന്ദേശമായിരുന്നു. ആരോ തന്നെ കളിപ്പിച്ചതാണ്. അല്ലെങ്കിൽ മരം മുറിക്കാതിരിക്കാൻ നാട്ടുകാരൊപ്പിച്ച പണി. രാജന് ദേഷ്യം വിരിച്ചു കയറി. ഇന്ന് തന്നെ ഞാനത് മുറിക്കും, അയാൾ പല്ലിറുമ്മി. തിരികെ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. രാജൻ ദേഷ്യത്തോടെ മെഷീൻ കയ്യിലെടുത്തു. പക്ഷെ എത്ര വലിച്ചിട്ടും മെഷീൻ സ്റ്റാർട്ടാകുന്നില്ല. നോക്കുമ്പോൾ അതിന്റെ ചെയിൻ ആരോ വലിച്ചു പൊട്ടിച്ചതുപോലെ തകർന്നിരിക്കുന്നു. എഞ്ചിനിൽ നിന്ന് പുക വരുന്നു. ഇനിയിപ്പോൾ ഇത് ശരിയാക്കാതെ നടക്കില്ല. രാജൻ നിരാശനായി. സമയം സന്ധ്യയാകുന്നു. അന്തരീക്ഷത്തിന് വല്ലാത്തൊരു കറുപ്പ്. ആൽമരം ഇപ്പോൾ കൂടുതൽ ഭീകരമായി തോന്നി. അതിൻ്റെ ഇലകൾ അനങ്ങുന്നില്ല. ശാഖകൾ കൈകൾ പോലെ നീണ്ടു നിൽക്കുന്നു. നാളെ എല്ലാം തീർക്കും. വെല്ലുവിളിയോടെ മരത്തെ നോക്കി രാജൻ പറഞ്ഞു. അയാൾ വീട്ടിലേക്ക് മടങ്ങി. അന്ന് രാത്രി രാജൻ ഉറക്കം വന്നില്ല. ജനലിലൂടെ നോക്കുമ്പോൾ അകലെ ക്ഷേത്രത്തിലെ ആൽമരത്തിന് നിഴൽ ആകാശത്ത് പടർന്നു നിൽക്കുന്നത് പോലെ തോന്നി. എപ്പോഴോ മയങ്ങിപ്പോയ രാജൻ ഞെട്ടിയുണർന്നത് ഒരു ഉൾവിളി കേട്ടാണ്. അയാൾ കണ്ണു തുറക്കുമ്പോൾ മുറിയിൽ വല്ലാത്തൊരു ദുർഗന്ധം. പഴകിയ രക്തത്തിന്റെയും ചീഞ്ഞ മാംസത്തിന്റെയും ഗന്ധം. കട്ടിലിന്റെ കാൽകൾ ഇരുട്ടിലൊരു രൂപം നിൽക്കുന്നു. ഒരു യുവാവ്. മുഷിഞ്ഞ മുണ്ട് മാത്രമാണ് വേഷം. ദേഹം മുഴുവൻ ചളി പുരണ്ടിരിക്കുന്നു. പക്ഷേ രാജനെ ഭയപ്പെടുത്തിയത് അതല്ല. ആ യുവാവിന്റെ ശരീരം മുഴുവൻ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു. മാംസം പിളർന്നു മാറിയ മുറിവുകളിൽ നിന്ന് ചോര കിനിയുന്നു. രാജൻ അനങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ശരീരം തളർന്നിരിക്കുന്നു. ശബ്ദം പുറത്തു വരുന്നില്ല. ആ യുവാവ് സാവധാനം രാജന്റെ മുഖത്തേക്ക് കുനിഞ്ഞു. ആ കണ്ണുകൾ തീക്കനൽ പോലെ ജ്വലിക്കുന്ന വെറുപ്പും വേദനയും നിറഞ്ഞ കണ്ണുകളായിരുന്നു. ആ നോട്ടത്തിൽ രാജന്റെ ബോധം പറഞ്ഞു. പക്ഷേ അത് പൂർണ്ണമായ ബോധക്ഷയമായിരുന്നില്ല. അയാൾ മറ്റൊരു കാലത്തിലേക്ക്, മറ്റൊരു കാഴ്ചയിലേക്ക് ചെന്ന് വീഴുകയായിരുന്നു. സ്വപ്നത്തിനുള്ളിലെ സ്വപ്നം പോലെ രാജൻ ആ കാഴ്ച കണ്ടു. വർഷങ്ങൾക്ക് മുൻപുള്ള ഗ്രാമം. ജാതിയും ജന്മത്വവും കൊടികുത്തി വാഴുന്ന കാലം. അവിടെ ആ യുവാവിനെ രാജൻ കണ്ടു. അയാളുടെ പേര് കേളു. തൊട്ടുകൂടാത്തവനായി മാറ്റി നിർത്തപ്പെട്ട, എന്നാൽ ഉള്ളിൽ കലയും സ്നേഹവുമുള്ള ഒരു പാവം ചെറുപ്പക്കാരൻ. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിമരം നാട്ടാൻ കൂലിപ്പണിക്കായി വന്നതായിരുന്നു അവൻ.
അവിടെ വെച്ച് തമ്പുരാന്റെ മകളെ വലിയൊരു ആപത്തിൽ നിന്നും അവൻ രക്ഷിച്ചു. തമ്പുരാന്റെ മനസ്സ് നിറഞ്ഞു. അയാൾ അവനെ വാനോളം പുകഴ്ത്തി. കൈനിറയെ സമ്മാനങ്ങൾ നൽകി. അവർ തന്നെ ജോലിയും നൽകി. പക്ഷേ തമ്പുരാന്റെ മകൻ ഒരു മുഴുക്കുടിയനും സ്ത്രീലമ്പടനുമായിരുന്നു. അവനിതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കേളുവിനോടുള്ള വിരോധം, മുൻപെങ്ങോ കളഞ്ഞുപോയ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലെ തിരുവാഭരണം മോഷ്ടിച്ചത് കേളുവാണെന്ന് അവൻ കള്ളക്കഥയുണ്ടാക്കി. യഥാർത്ഥത്തിൽ തമ്പുരാന്റെ മകൻ തന്നെയായിരുന്നു അത് മോഷ്ടിച്ചു വിറ്റത്. ഗ്രാമം രോഷം കൊണ്ടിളകി. ജന്മിമാരും അവരുടെ ഗുണ്ടകളും ചേർന്ന് കേളുവിനെ പിടികൂടി. ഞാനല്ല തമ്പുരാനെ, ഞാൻ കള്ളനല്ല, അവൻ കരഞ്ഞു പറഞ്ഞു. അവന്റെ അമ്മ കാലു പിടിച്ച് കേണു. പക്ഷെ ആരും കേട്ടില്ല. ക്ഷേത്രമുറ്റത്തെ ആ വലിയ ആൽമരത്തിൽ അവനെ കെട്ടിയിട്ടു. ചാട്ടവാറുകളും വടികളും കൊണ്ട് അവനെ തല്ലി. ഓരോ അടിയിലും അവന്റെ മാംസം പറഞ്ഞുപോയി. ചോര ആൽമരത്തിന്റെ വേരുകളിലേക്ക് ഒഴുകിയിറങ്ങി. എന്നെ കൊല്ലലേ, അവൻ നിലവിളിച്ചു. എനിക്ക് ദാഹിക്കുന്നു, അവൻ പറഞ്ഞു. പകരം അവർ അവന്റെ വായിലേക്ക് മണ്ണ് വാരിയിട്ടു. ഒടുവിൽ അവസാന ശ്വാസത്തിൽ അവൻ ആൽമരത്തിലേക്ക് നോക്കി ഒരു ശാപം പോലെ അലറി. എന്റെ ചോര വീണ ഈ മണ്ണിൽ ഇതിന് കാരണക്കാരായ ഒരൊറ്റ തന്തയ്ക്കും സമാധാനം കിട്ടില്ല. ഈ മരം സാക്ഷി, ഈ മരം സാക്ഷി. അവൻ മരിച്ചു. അവർ അവന്റെ ജഡം ആൽമരത്തിന്റെ പൊത്തിൽ തിരികെ വെച്ച് മുകളിൽ കല്ലിട്ട് മൂടി. പക്ഷേ കഥ അവിടെ തീർന്നില്ല. ദിവസങ്ങൾക്കുള്ളിൽ ഗ്രാമത്തിൽ മരണം താണ്ഡവമാടി. തമ്പുരാന്റെ മകൻ രക്തം ഛർദ്ദിച്ച് മരിച്ചു. കള്ളസാക്ഷി പറഞ്ഞവർ ഓരോരുത്തരായി ഭ്രാന്തളകി ആത്മഹത്യ ചെയ്തു. രാത്രികളിൽ ആൽമരത്തിന് മുകളിൽ നിന്ന് ഒരു പൊട്ടിച്ചിരിയും നിലവിളിയും കേൾക്കാൻ തുടങ്ങി. അതുവഴിയെ പോകുന്നവർ മരച്ചുവട്ടിൽ വെട്ടേറ്റ് മരിച്ചു വീണു. കേളു ഒരു രാക്ഷസനായി മാറിയിരുന്നു. പ്രതികാരദാഹിയായ ആത്മാവ്. ഗ്രാമം ഭയന്ന് വരച്ചു. ഒടുവിൽ മലബാറിൽ നിന്ന് അതിശക്തനായ ഒരു മാന്ത്രികനെത്തി. ദിവസങ്ങൾ നീണ്ട പൂജകൾക്കും ഹോമങ്ങൾക്കും ഒടുവിൽ ആ ആത്മാവിനെ അയാൾ കീഴ്പ്പെടുത്തി. മാന്ത്രികനൊരു വലിയ ഇരുമ്പാണിയുമായി ആൽമരത്തിനടുത്തേക്ക് വന്നു. മന്ത്രങ്ങൾ ഉരുവിട്ടു. ആ ആണി ആൽമരത്തിന്റെ തടിയിലേക്ക് അടിച്ചു കയറ്റി. കേളുവിന്റെ ആത്മാവിനെ ആ മരത്തിൽ തളച്ചു. ഇനി ഇവൻ ഇവിടെ കൂടിയിരിക്കും, മാന്ത്രികൻ പറഞ്ഞു. ഈ മരമാണ് ഇവന്റെ ശരീരം. ഇവനെ ആരും നോവിക്കരുത്. നിത്യവും വിളക്ക് വച്ച് ഇവനെ ആരാധിക്കണം. എന്നെങ്കിലും ഈ മരത്തിന് പോറലേൽക്കുകയോ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അന്ന് ഈ ആണി ഇളകും. ഇവൻ പുറത്തു വരും. പിന്നെ ഈ ഗ്രാമം ശവപ്പറമ്പാകും. ഈ കാഴ്ചകളെല്ലാം മിന്നൽ വേഗത്തിൽ കണ്ട് രാജൻ ഞെട്ടിവിറച്ചു. ആ യുവാവിന്റെ, കേളുവിന്റെ രൂപം വീണ്ടും രാജന്റെ മുന്നിലെത്തി. ഇത്തവണ അവൻ രാജന്റെ കഴുത്തിൽ പിടിമുറുക്കി. എന്റെ വീട്, എന്റെ ശരീരം നീ മുറിക്കുമോ? ആ ശബ്ദം ഇടിമുഴക്കം പോലെ രാജന്റെ തലച്ചോറിൽ മുഴങ്ങി. നീ മുറിച്ചാൽ നിന്റെ മകൾ, നിന്റെ നാട് എല്ലാം ഞാൻ ചാമ്പലാക്കും. രാജൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഇല്ല, എന്നോട് ക്ഷമിക്കൂ, അയാൾ ഉറക്കെ കരഞ്ഞു. പിന്നീട് രാജൻ കണ്ണു തുറക്കുമ്പോൾ നേരം വെളുത്തു വരുന്നതേയുള്ളൂ. തണുത്ത കാറ്റ് അയാളുടെ മുഖത്ത് വീശുന്നു. തലയ്ക്കൊരു ഭാരം. രാജൻ പതിയെ എഴുന്നേറ്റിരുന്നു. കണ്ണു തുറന്ന അയാൾ ഞെട്ടിപ്പോയി. അയാൾ കിടക്കുന്നത് തൻ്റെ വീട്ടിലെ കിടക്കയിലല്ല, ക്ഷേത്രമുറ്റത്താണ്. ആ ഭീമാകാരനായ ആൽമരത്തിന്റെ ചുവട്ടിൽ വേരുകൾക്കിടയിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു അയാൾ. അയാളുടെ തൊട്ടു മുൻപിൽ മരത്തിൽ തുരുമ്പിച്ച ഒരു വലിയ ഇരുമ്പാണി തറച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ഇന്നലെ വരെ അയാൾ ശ്രദ്ധിക്കാതിരുന്ന, അല്ലെങ്കിൽ കാണാതിരുന്ന ആണി. അതിൽ നിന്ന് ഒരു തുള്ളിച്ചോര കിനിയുന്നുണ്ടോ എന്ന് അയാൾക്ക് സംശയം തോന്നി. രാജൻ വിറച്ചുപോയി. രാത്രി കണ്ടത് വെറും സ്വപ്നമായിരുന്നില്ല. ആ പ്രേതം തന്നെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് എടുത്തുകൊണ്ടുവന്നതാണ്. തന്നെ ഒരു താക്കീതെന്ന നിലയിൽ ഇവിടെ കിടത്തിയതാണ്. അപ്പോഴേക്കും ക്ഷേത്രത്തിലെ ശാന്തിക്കാരനും കുറച്ച് നാട്ടുകാരും അങ്ങോട്ട് വന്നു. ആൽമരച്ചുവട്ടിൽ പരിസരബോധം പോയ പോലെ നിൽക്കുന്ന രാജനെ കണ്ട് അവർ ഓടിയെത്തി. രാജ, എന്തുപറ്റി? എപ്പോഴെവിടെ വന്നത്? രാജൻ എഴുന്നേറ്റ് നിന്നു. അയാളുടെ കണ്ണുകളിൽ അതുവരെയില്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. അയാൾ ആൽമരത്തെ നോക്കി തൊഴുതു. ഇല്ല, ഈ മരം മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല, രാജൻ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇത് വെറും മരമല്ല, ഇതിനുള്ളിൽ ഒരാളുണ്ട്, വേദന തിന്ന ഒരാൾ. രാജൻ താൻ കണ്ട കാര്യങ്ങൾ, കേളുവിന്റെ ചരിത്രം, ശാപം എല്ലാം നാട്ടുകാരോട് പറഞ്ഞു. ആദ്യം അവരത് വിശ്വസിച്ചില്ലെങ്കിലും രാജന്റെ അവസ്ഥയും അയാളുടെ കഴുത്തിൽ തെളിഞ്ഞു നിന്ന കൈപ്പത്തിയുടെ പാടുകളും കണ്ടപ്പോൾ അവർക്ക് വിശ്വസിക്കാതിരിക്കാനായില്ല.
ഗ്രാമത്തിൽ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പഴമക്കാർ പറഞ്ഞ കഥകൾ സത്യമാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. ക്ഷേത്ര കമ്മിറ്റിക്കാർ ഭയന്നുപോയി. ജോത്സ്യനെ വീണ്ടും വിളിച്ചപ്പോൾ പ്രശ്നവിധിയിൽ ആത്മാവിന്റെ സാന്നിധ്യം തെളിഞ്ഞു. ആ മരം അവിടെ നിൽക്കണം, അതൊരു കാവലാണ്, അത് മുറിച്ചാൽ സർവനാശമാണ്, ജോത്സ്യൻ വിധിച്ചു. ആൽമരം മുറിക്കാനുള്ള തീരുമാനം കമ്മിറ്റി ഉപേക്ഷിച്ചു. പകരം മരത്തിന് ചുറ്റും ഭംഗിയുള്ള ഒരു തറ കെട്ടി അവിടെ നിത്യവും വിളക്ക് തെളിയിക്കാൻ തീരുമാനിച്ചു. രാജൻ പിന്നീട് ഒരിക്കലും പഴയ യുക്തിവാദിയായില്ല. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് അയാൾ ആ ക്ഷേത്രത്തിൽ വരും. ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു തിരിയിടും. അത് ആ മരത്തിനു വേണ്ടിയല്ല, അതിനുള്ളിൽ ഉറങ്ങുന്ന നീതി നിഷേധിക്കപ്പെട്ട ആ പാവം യുവാവിനു വേണ്ടിയായിരുന്നു. ഇന്നും ആ ക്ഷേത്രത്തിൽ ആൽമരം തലയുയർത്തി നിൽക്കുന്നു. രാത്രികളിൽ കാറ്റില്ലാതെ തന്നെ അതിൻ്റെ ഇലകൾ അനങ്ങും. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടാൽ ഒരു നേർത്ത ഏങ്ങലടിയോ അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പോ ആ ഇലകൾക്കിടയിൽ നിന്നും കേൾക്കാം. ആരും ആ മരത്തെ പിന്നെ നോവിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം, ആ മരത്തിന് തൊലിപ്പുറത്തൊന്ന് പോറലേറ്റാൽ ഒഴുകി വരുന്നത് കറയല്ല, ചുടുചോരയായിരിക്കുമെന്ന്. തിരുവനന്തപുരം നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒരു ജോലി ശരിയാക്കിയെടുക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമായിരുന്നു. പക്ഷേ ആ നഗരത്തിലെ ആദ്യ നാളുകൾ എനിക്കത്ര സുഖകരമായിരുന്നില്ല. നഗരമധ്യത്തിലെ ഒരു ഇടുങ്ങിയ ഹോസ്റ്റലിലായിരുന്നു ഞങ്ങളുടെ താമസം. ഞാനും എൻ്റെ 2 സഹപ്രവർത്തകരും ഒരു ചെറിയ മുറിയിൽ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു എന്ന് പറയാം. ആ മുറിയിലെ ചൂടും ഹോസ്റ്റലിലെ ബഹളങ്ങളും കാരണം രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഒരു ദിവസം ഞങ്ങളുടെ കമ്പനി മുതലാളി രാഘവൻ നായർ സാർ ഞങ്ങളെ വിളിപ്പിച്ചത്. അൽത്താഫെ, നിങ്ങൾ ആ ഹോസ്റ്റലിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്കറിയാം. നഗരത്തിന് അല്പം മാറി എനിക്കൊരു വലിയ വീടുണ്ട്. ഇപ്പോൾ അത് വെറുതെ അടച്ചിട്ടിരിക്കുകയാണ്. മുറികളൊക്കെ വിശാലമാണ്. അവിടെയാകുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്നു ജോലി ചെയ്യുകയും ചെയ്യാം. വാടകയൊന്നും തരണ്ട, എൻ്റെ വീടൊന്ന് നോക്കി നടത്തിയാൽ മതി. അദ്ദേഹത്തിൻ്റെ ഈ വാഗ്ദാനം കേട്ടപ്പോൾ ദൈവത്തെ സ്തുതിക്കാനാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ആ ഹോസ്റ്റലിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. വലിയൊരു തറവാട് വീട് മുഴുവനായി ഞങ്ങൾക്ക് കിട്ടുക എന്നത് വിശ്വസിക്കുവാനായില്ല, അതും വാടക പോലുമില്ലാതെ. അന്ന് തന്നെ സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി ഞങ്ങളങ്ങോട്ട് പുറപ്പെട്ടു. വെയിലാറി തുടങ്ങിയ ഒരു വൈകുന്നേരമായിരുന്നു അത്. മെയിൻ റോഡിൽ നിന്ന് മാറി മരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു വിജനമായ ഇടവഴിയിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. റോഡിനിരുവശവും വലിയ റബ്ബർ തോട്ടങ്ങളും കാട്ടുചെടികളും പടർന്നു നിൽക്കുന്നു. ഞങ്ങളുടെ വണ്ടി ആ ഇടവഴിയിലൂടെ പതുക്കെ നീങ്ങുമ്പോഴാണ് വഴിക്കരികിലായൊരു പഴയ അമ്പലം കണ്ടത്. കണ്ടാലേ അറിയാം, വർഷങ്ങളായൊരു പുനരുദ്ധാരണവും നടന്നിട്ടില്ലാത്ത ഒരു പഴയ ക്ഷേത്രം. അമ്പലത്തിന് മുകളിലായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ഭീമാകാരനായ ആൽമരം. ആ മരത്തിന്റെ വേരുകൾ അമ്പലത്തിന്റെ ചുവരുകളിലൂടെ താഴേക്ക് പടർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു അസ്വാഭാവികത തോന്നി. ഞങ്ങൾ ആ അമ്പലത്തിന് തൊട്ടു മുന്നിലെത്തിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ പക്ഷികളുടെ ചിലയ്ക്കലുകൾ പെട്ടെന്ന് നിലച്ചതുപോലെ വായുവിലൊരു വല്ലാത്ത തണുപ്പും അനുഭവപ്പെട്ടു. ഏതാടാ ഇങ്ങനെയൊരു സ്ഥലം? ഒരു വല്ലാത്ത നെഗറ്റീവ് ഫീല്, വിനോദ് പതുക്കെ പറഞ്ഞു. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. ഹൃദയമിടിപ്പ് അകാരണമായി കൂടുന്നത് പോലെ എനിക്ക് തോന്നി. ആ അമ്പലത്തിന്റെ ഇരുണ്ട ഉള്ളറകളിൽ നിന്നും ആരോ ഞങ്ങളെ നിരീക്ഷിക്കുന്നത് പോലത്തെ ഒരു തോന്നൽ. ഞങ്ങളാരും പിന്നീട് ഒന്നും സംസാരിച്ചില്ല. മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭയം കൂടുകൂട്ടിയിരുന്നു. ആ അമ്പലത്തിന്റെ മുന്നിലൂടെ കടന്നുപോയ ആ 5 മിനിറ്റ് ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നിമിഷങ്ങളായി എനിക്ക് തോന്നി. അമ്പലം പിന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ആ വലിയ വീട് ഞങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു. ഒരു കൂറ്റൻ ഇരുമ്പ് ഗേറ്റ്. തുരുമ്പിച്ച ആ ഗേറ്റിന്റെ ഇടയിലൂടെ നോക്കിയപ്പോൾ കണ്ടത് കാട് പിടിച്ചു കിടക്കുന്ന വലിയൊരു മുറ്റമാണ്. മുറ്റത്തിന്റെ മധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഇരുനില മാളിക. വെളുത്ത നിറമായിരുന്നിരിക്കണം പണ്ടാ വീടിന്. പക്ഷേ ഇപ്പോൾ പായലും പൊടിയും പിടിച്ച് അതൊരു ചാരനിറമായി മാറിയിരിക്കുന്നു. സന്ധ്യാസമയത്തെ ചുവന്ന വെളിച്ചം ആ വീടിന്റെ ചുവരുകളിൽ പതിക്കുമ്പോൾ അതൊരു കൊട്ടാരം പോലെയല്ല, മറിച്ച് എന്തോ വലിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു ശവക്കല്ലറ പോലെയാണ് എനിക്ക് തോന്നിയത്.
രാഹുൽ ഇറങ്ങി ഗേറ്റ് തുറന്നു. ഗേറ്റ് നീങ്ങുമ്പോൾ ഉണ്ടായ ആ ശബ്ദം നിശബ്ദമായ ആ പ്രദേശമാകെ പ്രതിധ്വനിച്ചു. ഞങ്ങൾ കാർ പൂമുഖത്ത് നിർത്തി. അപ്പോഴും എന്നിലെ ഭയം പൂർണ്ണമായും വിട്ടുമാറിയില്ല. പൂമുഖത്തെ വലിയ തൂണുകൾക്ക് പിന്നിൽ ആരോ ഒളിച്ചു നിൽക്കുന്നില്ലേ എന്ന് ഞാൻ സംശയിച്ചു. വാ, അകത്ത് കയറാം, ഇരുട്ടായി തുടങ്ങുന്നു. രാഘവൻ സാർ തന്ന താക്കോൽക്കൂട്ടം എടുത്ത് വീശിക്കൊണ്ട് രാഹുൽ പറഞ്ഞു. അവനാ വലിയ തടിവാതിൽ തുറന്നു. വാതിൽ തുറന്നതും ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത് വല്ലാത്തൊരു തണുത്ത കാറ്റാണ്. വർഷങ്ങളായി സൂര്യപ്രകാശം ഏൽക്കാത്ത അടച്ചിട്ടിരുന്ന ഒരു മുറിയുടെ വല്ലാത്ത ഗന്ധം, പഴകിയ മരത്തിൻ്റെയും പൊടിയുടെയും ചേർന്നൊരു മണം. ഞാൻ എൻ്റെ ഫോണിലെ ടോർച്ച് തെളിച്ചു. ആ വെളിച്ചം വിശാലമായ ഹാളിലൂടെ അലിഞ്ഞു നടന്നു. മുകളിലെ മേൽക്കൂരയിൽ നിന്ന് ചിലന്തി വലകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. പഴയ മോഡലിലുള്ള വലിയ സോഫകളും കസേരകളും വെളുത്ത തുണി കൊണ്ട് മൂടിയിട്ടിരുന്നു. ടോർച്ച് വെളിച്ചത്തിൽ അവ ഓരോ രൂപങ്ങളെപ്പോലെ ഭയപ്പെടുത്തി. ഞങ്ങൾ ഓരോന്നായി നോക്കിക്കൊണ്ട് ഹാളിലേക്ക് കയറി. ഹാളിൻ്റെ വലതുവശത്തായി മുകളിലത്തെ നിലയിലേക്ക് പോകുവാൻ മരത്തിൽ നിർമ്മിച്ച വലിയൊരു ഗോവണിപ്പടിയുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായി ഒരു വലിയ മുറി. ആ മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. ഞങ്ങൾ ഹാളിൽ സാധനങ്ങൾ വെക്കാൻ തുടങ്ങുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ആ മുറിക്കുള്ളിൽ നിന്നും പെട്ടെന്ന് 3-4 രൂപങ്ങൾ പുറത്തേക്ക് വന്നു. അവർക്ക് മനുഷ്യരുടെ ആകൃതി ഉണ്ടായിരുന്നു, പക്ഷേ മുഖം വ്യക്തമായിരുന്നില്ല. ചാരനിറത്തിലുള്ള നിഴലുകൾ പോലെ. അവർ അതിവേഗത്തിൽ ഹാളിലൂടെ നീങ്ങി ഗോവണിപ്പടികൾക്ക് അടുത്തേക്കോടി. എൻ്റെ ടോർച്ച് വെളിച്ചം അവരിലേക്ക് എത്തുന്നതിന് മുൻപേ അവർ അതിവേഗത്തിൽ മുകളിലത്തെ നിലയിലേക്ക് പാഞ്ഞു കയറി. മരത്തിൻ്റെ ഗോവണിപ്പടികളിൽ അവർ ചവിട്ടുമ്പോൾ ഉണ്ടായ ആ ഭാരമേറിയ ശബ്ദം, അത് എൻ്റെ കാതുകളിൽ ഇടുത്തി പോലെ പതിച്ചു. നിമിഷം നേരം കൊണ്ട് അവർ മുകളിലത്തെ നിലയുടെ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമായി. കണ്ടോ അത്? ആ മുറിയിൽ നിന്ന് ആരൊക്കെയോ ഓടിപ്പോയി. ഞാൻ അലറുകയായിരുന്നു. പേടികൊണ്ട് എൻ്റെ കൈകൾ വിറച്ചു. ഫോൺ താഴെ വീഴാൻ പോയി. വിനോദും രാഹുലും പരിഭ്രമിച്ച് ചുറ്റും നോക്കി. എന്ത്? നീ എന്തിനെക്കുറിച്ചായി പറയുന്നത്? വിനോദ് ചോദിച്ചു. ആ മുറിയിൽ നിന്ന് 3-4 പേരോടി മുകളിലേക്ക് പോയി. ആ പടികൾ ശബ്ദിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. രാഹുൽ ഗോവണിക്കടുത്തേക്ക് ചെന്ന് ടോർച്ചടിച്ച് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അൽത്താഫെ, നിനക്ക് തോന്നിയതാകും. വഴിയിൽ കണ്ട ആ അമ്പലവും ഈ വീടിൻ്റെ അന്തരീക്ഷവും കണ്ട് നിന്റെ മനസ്സ് ഭ്രമിച്ചതാ. ഈ അടച്ചിട്ട വീട്ടിൽ നമ്മളല്ലാതെ ആരുമുണ്ടാകാൻ സാധ്യതയില്ല. അല്ല രാഹുലെ, ഞാൻ കണ്ടതാണ്. നിഴലുകൾ പോലെയല്ല, ആരോ ഓടിപ്പോകുന്ന ആ വേഗതയും ശബ്ദവും എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഞാൻ തറപ്പിച്ച് പറഞ്ഞു. അവരെന്നെ വിശ്വസിച്ചില്ലെങ്കിലും എനിക്കറിയാമായിരുന്നു ഞാൻ കണ്ടത് വെറും തോന്നലല്ല എന്ന്. മുകളിലത്തെ നിലയിൽ നിന്ന് ആരോ പതുക്കെ നടന്നു നീങ്ങുന്ന ശബ്ദം ഇപ്പോഴും എൻ്റെ കാതുകളിൽ നേർത്ത രീതിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. പുറത്ത് പൂർണ്ണമായും ഇരുട്ട് പടർന്നു. ആ വലിയ വീട്ടിൽ ഞങ്ങൾ 3 പേർ മാത്രമല്ല ഉള്ളതെന്ന് എൻ്റെ ഓരോ അണുവിലും എനിക്ക് അനുഭവപ്പെട്ടു. മുകളിലത്തെ ഇരുട്ടിൽ ഒളിച്ചിരുന്ന് ഏതോ കണ്ണുകൾ ഞങ്ങളെ തന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ആ രാത്രി എങ്ങനെ അതിജീവിക്കുമെന്ന പേടിയിൽ ഞാൻ തളർന്നു പോയി. പക്ഷേ ആദ്യത്തെ അനുഭവത്തിന് ശേഷം തുടർന്നുള്ള 3 ദിവസങ്ങൾ വിചാരിച്ചതിലും സമാധാനപരമായിരുന്നു. ആ വലിയ വീടിൻ്റെ ഇരുണ്ട കോണുകളെക്കുറിച്ചും മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കേറിയ ആ രൂപങ്ങളെക്കുറിച്ചും ചിന്തിക്കാതിരിക്കാൻ ഞങ്ങൾ 3 പേരും ബോധപൂർവം ശ്രമിച്ചു. ജോലിയുടെ തിരക്കുകൾക്കിടയിൽ ആ പേടി പതുക്കെ മാഞ്ഞു തുടങ്ങുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതം ഒരു കൃത്യമായ ടൈം ടേബിളിലേക്ക് മാറി. രാവിലെ 8 മണിയാകുമ്പോൾ ഞങ്ങൾ 3 പേരും റെഡിയായി ജോലിക്കിറങ്ങും. തിരികെ എത്തുമ്പോൾ രാത്രി 7 മണിയാകും. ഭക്ഷണം ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ കഴിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വലിയ വീടിൻ്റെ അടുക്കളയിലേക്കോ മറ്റു മുറികളിലേക്കോ പോകേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ കിടക്കുന്ന ആ വലിയ മുറിയും അതിനോട് ചേർന്നുള്ള ബാത്റൂമും മാത്രമായിരുന്നു ഞങ്ങളുടെ ലോകം. ബാക്കിയുള്ള മുറികളെല്ലാം നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച് ഇപ്പോഴും അടഞ്ഞു തന്നെ കിടന്നു. സത്യം പറഞ്ഞാൽ ആ വീടിൻ്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഞങ്ങൾക്കിപ്പോഴും അന്യമായിരുന്നു. ഓരോ തവണ ഹാളിലൂടെ നടക്കുമ്പോഴും മുകളിലത്തെ നിലയിലേക്ക് നോക്കാൻ പോലും എനിക്ക് ഭയമായിരുന്നു. അങ്ങനെ 4-ാമത്തെ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വന്ന് ആഹാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും പതിവ് പോലെ മുറിയിൽ കിടക്കുകയായിരുന്നു. രാജേഷും ജോബിനും അപ്പോഴേക്കും നല്ല ഉറക്കമായി കഴിഞ്ഞു.
ആദ്യ ദിവസം കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് പകരം ജോലിയുടെ സൗകര്യത്തിനായി വന്ന രാജേഷും ജോബിനുമായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ മാത്രം ഉറക്കം വരാതെ ഫോണിൽ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് കിടക്കുകയായിരുന്നു. മുറിയിൽ സീറോ ബൾബിൻ്റെ നേർത്ത വെളിച്ചം മാത്രമേ ഉള്ളൂ. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്നുള്ള വെളിച്ചം എൻ്റെ മുഖത്ത് അടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ കണ്ണിൻ്റെ സൈഡിലൂടെ എന്തോ ഒന്ന് അതിവേഗത്തിൽ പാഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നിയത്. എൻ്റെ തൊട്ടടുത്തു കൂടി ആരോ അതിവേഗത്തിൽ മുറിയുടെ പുറത്തേക്ക് ഓടിപ്പോയ ഒരു ഫീൽ. ഞാൻ പെട്ടെന്ന് ഫോൺ താഴ്ത്തി ചുറ്റും നോക്കി. മുറിയുടെ വാതിൽ പാതി തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. രാജേഷും ജോബിനും ശാന്തമായി ഉറങ്ങുന്നു. എൻ്റെ തോന്നലായിരിക്കും, കണ്ണിലുണ്ടാകുന്ന വെളിച്ചത്തിൻ്റെ കളിയാകാം. ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു. പക്ഷേ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ആ അനുഭവമുണ്ടായി. ഇത്തവണ ആ രൂപം അല്ലെങ്കിൽ ആ നിഴൽ എൻ്റെ മറുഭാഗത്തേക്ക്, അതായത് മുറിയുടെ ജനാലയ്ക്കടുത്തേക്ക് വേഗത്തിൽ പോയതുപോലെ എനിക്ക് തോന്നി. എൻ്റെ ശരീരം പെട്ടെന്ന് തണുത്ത് മരവിച്ചു. നെഞ്ചെടുപ്പ് ചെവിയിൽ മുഴങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പതുക്കെ രാജേഷിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ നല്ല ഉറക്കത്തിലാണ്. ജോബിനും അനക്കമില്ല. എനിക്ക് വല്ലാത്ത ഭയം തോന്നി തുടങ്ങി. ഫോൺ ഓഫ് ചെയ്ത് ചാർജിന് വെച്ച് ഞാൻ പുതപ്പിനുള്ളിലേക്ക് വലിഞ്ഞു. കണ്ണുകൾ അടച്ചു പിടിച്ച് കിടന്നെങ്കിലും ഉറക്കം എന്നെ പാടെ ഉപേക്ഷിച്ചിരുന്നു. മണിക്കൂറുകളോളം ഞാൻ ആ കിടപ്പ് തുടർന്നു. മുറിക്കുള്ളിലെ നിശബ്ദതയ്ക്ക് ഒരു വല്ലാത്തൊരു മൂകത തോന്നി. ജനാലയ്ക്ക് പുറത്ത് കാറ്റിൽ മരങ്ങളൊരുസുന്ന ശബ്ദം പോലും വലിയ അലർച്ചയായി എനിക്ക് തോന്നിച്ചു. അങ്ങനെ കിടക്കുമ്പോഴാണ് വിദൂരതയിൽ നിന്നും ഒരു ശബ്ദം എൻ്റെ കാതുകളിൽ പതിച്ചത്. വളരെ നേർത്ത രീതിയിലൊരു അമ്പലത്തിലെ ഭജന പാടുന്നത് പോലെ. താളത്തിലുള്ള ആ പാട്ടും മണികൾ കിലുങ്ങുന്ന ശബ്ദവും രാത്രിയുടെ ആ നിശബ്ദതയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. ഇത്രയും പാതിരാത്രിയിൽ എവിടെയാണ് അമ്പലത്തിൽ ഭജന നടക്കുന്നത്? ഞാൻ പെട്ടെന്ന് ഫോണെടുത്ത് സമയം നോക്കി. സമയം കൃത്യം 3 മണി. ആ സമയം തന്നെയാണ് എൻ്റെ തൊട്ടടുത്ത് കിടന്നിരുന്ന രാജേഷ് പതുക്കെ പിറുപിറുത്തത്. കർത്താവേ, ഇന്നും ഉറക്കം പോയല്ലോ. അവൻ പതിയെ എഴുന്നേറ്റിരുന്നു. അവൻ ഉണർന്നിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. പക്ഷേ അവൻ്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി. ഞങ്ങളാരും പിന്നോടൊന്നും സംസാരിച്ചില്ല. എങ്ങനെയൊക്കെയോ ആ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോയെങ്കിലും ഞങ്ങളെല്ലാവരും വല്ലാതെ ക്ഷീണിതരായിരുന്നു. എൻ്റെ മുഖത്തെ ക്ഷീണവും കറുത്ത പാടുകളും കണ്ട് രാജേഷാണ് ആദ്യം കാര്യം തിരക്കിയത്. അൽത്താഫേ, നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? നിന്റെ മുഖം കണ്ടിട്ട് ആകെ തളർന്നതുപോലെ ഉണ്ടല്ലോ, രാജേഷ് ചോദിച്ചു. ഞാൻ തലേ ദിവസം രാത്രി അനുഭവിച്ച കാര്യങ്ങൾ, ആ പാഞ്ഞുപോയ രൂപത്തെക്കുറിച്ചും പുലർച്ചെ കേട്ട ഭജനയെക്കുറിച്ചും അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർന്നതും രാജേഷും ജോബിനും പരസ്പരം നോക്കി. അവരുടെ മുഖം വിളറിയിരുന്നു. അൽത്താഫെ, നീ കണ്ടത് തന്നെയാണ് ഞങ്ങളും കണ്ടത്. ആരോ മുറിക്കുള്ളിൽ കൂടി നടക്കുന്നത് പോലെ. ഞാൻ പേടി കാരണം ആരോടും പറയാതിരുന്നതാ, രാജേഷ് വെളിപ്പെടുത്തി. ജോബിൻ കൂട്ടിച്ചേർത്തു. എനിക്കും ആ ഭജനയുടെ ശബ്ദം കേൾക്കാം. ഞങ്ങൾ 3 പേരും ഒരുപോലെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. ആ വീട് ഞങ്ങളെ എങ്ങനെയൊക്കെയോ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. ക്ഷീണം കാരണം അന്ന് ഞങ്ങൾക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ശരീരമാകെ തളർന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെ നിൽക്കാതെ ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ ഞങ്ങൾ ജോലി നിർത്തി തിരികെ വീട്ടിലേക്ക് തിരിച്ചു. വെളിച്ചമുള്ളപ്പോൾ തന്നെ വീട്ടിലെത്താമല്ലോ എന്നൊരു ആശ്വാസമുണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടി ആ പഴയ ഇടവഴിയിലേക്ക് പ്രവേശിച്ചു. എന്നും ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും കാണാറുള്ള ആ പഴയ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഞങ്ങൾ 3 പേരും വണ്ടിയിൽ തറഞ്ഞുപോയി. വണ്ടി ബ്രേക്കിട്ട് നിർത്തുമ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവിടെ ആ പഴയ ആൽമരത്തിൻ്റെ ചോട്ടിൽ ഞങ്ങൾ എന്നും കാണാറുള്ള ആ അമ്പലം അവിടെയില്ല. വെറുമൊരു ശൂന്യമായ സ്ഥലം മാത്രം. ആൽമരം അവിടെ തന്നെയുണ്ട്. പക്ഷേ അതിന് താഴെ ഉണ്ടായിരുന്ന ആ പഴയ ശ്രീകോവിലോ മതിൽക്കെട്ടോ ഒന്നും തന്നെ അവിടെയില്ല. കാലങ്ങളായി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പിക്കും വിധം അവിടെ വെറും കാട്ടുചെടികൾ മാത്രം വളർന്നു നിൽക്കുന്നു. അൽത്താഫെ, അമ്പലം എവിടെ? നമ്മൾ എന്തും കാണുന്ന ആ അമ്പലം എവിടെ പോയി? ജോബിൻ്റെ ശബ്ദം വിറച്ചു. ഞങ്ങൾ 3 പേരും ഞെട്ടിപ്പോയി. എന്നും ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആ അമ്പലം ഒരു മായക്കാഴ്ചയായിരുന്നു. ഞങ്ങളുടെ കൺമുന്നിലെ ആ കാഴ്ച വിശ്വസിക്കാനാകാതെ ഞങ്ങൾ ആ വിജനമായ വഴിയിൽ തരിച്ചു നിന്നു.
കഴിഞ്ഞ 3 ദിവസവും ഞങ്ങളുടെ കൺമുന്നിൽ തെളിഞ്ഞു നിന്ന ആ ശ്രീകോവിലും ആൽത്തറയും എങ്ങോട്ടാണ് പറഞ്ഞത്. ഭയവും അമ്പരപ്പും കൊണ്ട് എൻ്റെ നാവ് വരണ്ടുപോയി. ഒരുപക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ സമയം ഭ്രാന്ത് പിടിച്ചതാകുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. ആ സമയത്താണ് ദൂരെ നിന്ന് ഒരു സ്ത്രീ നടന്നു വരുന്നത് ഞങ്ങൾ കണ്ടത്. സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് പതിയെ അവർ നടന്നു വന്നു. ആ വിജനമായ സ്ഥലത്ത് ഒരു മനുഷ്യജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾക്കല്പം ആശ്വാസം തോന്നി. ഞാൻ വേഗം അവർക്കടുത്തേക്ക് ചെന്നു. ചേച്ചി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇരുന്ന ആ അമ്പലം ഇവിടെ പോയി? ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു അമ്പലം കാണാറുള്ളതാണല്ലോ. എൻ്റെ ശബ്ദത്തിലെ വിറയിൽ എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. എൻ്റെ ചോദ്യം കേട്ട് ആ ചേച്ചി നടത്തം നിർത്തി എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവരുടെ മുഖത്ത് ഒരുതരം അത്ഭുതവും സഹതാപവും കലർന്ന ഭാവമായിരുന്നു. അമ്പലമോ? ഇവിടെ ഈ പരിസരത്ത് ഒരിടത്തും അമ്പലമില്ലല്ലോ മോനെ, അവർ ശാന്തമായി പറഞ്ഞു. ഞങ്ങൾ 3 പേരും പരസ്പരം നോക്കി. പക്ഷേ ചേച്ചി, ഞങ്ങളെന്നും ഇവിടെ വിളക്ക് കത്തുന്നതും ഭജന കേൾക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. രാജേഷ് ഇടയ്ക്ക് കയറി ചോദിച്ചു. ആ ചേച്ചി ഒന്ന് നെടുവീർപ്പെട്ടു. എന്നിട്ട് ആ ആൽമരം നിന്ന സ്ഥലത്തേക്ക് നോക്കി പറഞ്ഞു, അത് നിങ്ങൾ കണ്ടത് അമ്പലമായിരിക്കില്ല. പണ്ട് ആ ആൽമരത്തിലൊരു പയ്യൻ തൂങ്ങി മരിച്ചിരുന്നു. പാവം, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു അവൻ. അവൻ മരിച്ചതിന് ശേഷം അവൻ്റെ അമ്മയ്ക്ക് മനോനില തെറ്റിയതുപോലെയായി. അവർ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും വൈകുന്നേരം ആ ആൽച്ചുവട്ടിൽ വന്ന് വിളക്ക് കത്തിക്കുമായിരുന്നു. രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് മകന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കണ്ട് പലർക്കും അവിടെ ഒരു അമ്പലമുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ അമ്മ മരിച്ചിട്ടിപ്പോൾ വർഷങ്ങളായി. ആ ചേച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ നട്ടലിലൂടെ ഒരു തണുപ്പരിച്ച് കയറി. അപ്പോൾ ഞങ്ങൾ ഇത്രയും ദിവസം കണ്ടത് ആ അമ്മയുടെ ആത്മാവ് കത്തിച്ചിരുന്ന വിളക്കായിരുന്നു. ഞാൻ പതുക്കെ അടുത്ത ചോദ്യം ചോദിച്ചു. ആ പയ്യൻ, അവനെന്തിനാ ചേച്ചി ആത്മഹത്യ ചെയ്തത്? ആ ചേച്ചി ആ കഥ പറയുവാൻ തുടങ്ങി. ആ വാക്കുകൾ കേൾക്കുന്തോറും എൻ്റെ ഉള്ളിലെ ഭയം ഒരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. അതൊരു വലിയ സങ്കടകഥയാണ്. ഈ കുറച്ചു മാറി കാണുന്ന ആ വലിയ വീട്ടിലെ ഒരു പെൺകുട്ടിയും ഈ പയ്യനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ആ പെൺകുട്ടി ഗർഭിണിയായി. ഇതറിഞ്ഞ പയ്യൻ തൻ്റെ പിതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. അവളെ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ അവൻ്റെ അച്ഛൻ ആ ബന്ധത്തിന് കടുത്ത എതിരായിരുന്നു. തൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ തടഞ്ഞു. പയ്യൻ്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നറിഞ്ഞപ്പോൾ തൻ്റെ ഗർഭം പുറം ലോകം അറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേടോർത്ത് ആ പെൺകുട്ടി ആ വീട്ടിലൊരു മുറിയിൽ കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഈ വിവരം പറഞ്ഞ പയ്യൻ മാനസികമായി തകർന്നു പോയി. ആ പെൺകുട്ടി മരിച്ച അതേ ദിവസം തന്നെ അവൻ ആ ആൽമരത്തിൽ തൂങ്ങി മരിക്കുകയും ചെയ്തു. ആ ചേച്ചി പറഞ്ഞു നിർത്തിയപ്പോൾ എൻ്റെ കണ്ണുകൾ താനെ ആ വലിയ വീട്ടിലേക്ക് നീണ്ടു. ആ പെൺകുട്ടി മണ്ണെണ്ണ ഒഴിച്ച് മരിച്ച അതേ മുറിയിലാണോ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ താമസിച്ചത്? 1-ാം ദിവസം ഞാൻ കണ്ട ആ രൂപങ്ങൾ, അവർ മുകളിലേക്ക് ഓടിപ്പോയത് ആ പെൺകുട്ടിയുടെ അടുത്തേക്കായിരുന്നു. ചേച്ചി, ആ പെൺകുട്ടിയുടെ വീട് ഏതാണ്? എൻ്റെ ശ്വാസം നിലച്ചു പോയിരുന്നു. ആ ചേച്ചി ദൂരെ നിഗൂഢമായി നിൽക്കുന്ന ആ വലിയ മാളികയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. ദാ ആ കാണുന്നതാണ് ആ പെൺകുട്ടിയുടെ വീട്. ഇപ്പോൾ അതൊരു കമ്പനി മുതലാളിയുടെ കൈവശമാണ്. പക്ഷേ അവിടെ ആരും അധികകാലം താമസിക്കാറില്ല. കൂടുതലൊന്നും കേട്ടു നിൽക്കാൻ ഞങ്ങൾക്കായില്ല. ആ ചേച്ചിയോട് നന്ദി പോലും പറയാതെ ഞങ്ങൾ വണ്ടിയിലേക്ക് ഓടിക്കയറി. ആ വീട്ടിൽ ഞങ്ങളുടെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷെ അങ്ങോട്ട് തിരികെ പോകാൻ പോലും മരണഭയം തോന്നി. എങ്കിലും പാസ്പോർട്ടും ഫോണും മറ്റ് പ്രധാന രേഖകളും അവിടെയുള്ളത് കൊണ്ട് വേഗത്തിൽ വീട്ടിലെത്തി. വീടിൻ്റെ ഗേറ്റ് തുറന്നപ്പോൾ വല്ലാത്തൊരു കരിഞ്ഞ മണം വായുവിൽ പടരുന്നത് പോലെ എനിക്ക് തോന്നി. ഞങ്ങൾ 3 പേരും അകത്തേക്ക് ഓടിക്കയറി. മുറിയിലെത്തി സാധനങ്ങൾ വാരി വലിച്ച് ബാഗിലിട്ടു. ഒരു നിമിഷം പോലും അവിടെ നിൽക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. സാധനങ്ങൾ എടുക്കുന്നതിനിടയിൽ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. ആരും ആരെയും നോക്കിയില്ല. ആരുമൊന്നും സംസാരിച്ചില്ല. ജീവനം കൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്കോടി. ഗേറ്റ് കടന്ന് വണ്ടി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ കാറിലെ സൈഡ് മിററിലൂടെ ആ വീടിൻ്റെ ടെറസിലേക്ക് നീണ്ടു. അവിടെ ആ മാളികയുടെ ടെറസിൽ ചാരുനിറത്തിലുള്ള വെളിച്ചത്തിൽ ഞാൻ ആ കാഴ്ച കണ്ടു.
കയ്യിലൊരു പിഞ്ചു കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു യുവതി. അവളുടെ വസ്ത്രങ്ങൾ അവിടെ അവിടെയായി കരിഞ്ഞതുപോലെ എനിക്ക് തോന്നി. അവൾക്ക് തൊട്ടു പിന്നിലായി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു യുവാവ് നിൽക്കുന്നു. മങ്ങിയ വെളിച്ചമായിരുന്നെങ്കിലും അവരുടെ രൂപങ്ങൾ എനിക്ക് വ്യക്തമായിരുന്നു. അവർ ദൂരേക്ക് പോകുന്ന ഞങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ഭയത്തേക്കാളുപരി വല്ലാത്തൊരു സങ്കടമാണ് തോന്നിയത്. ലോകം ഒന്നിക്കാൻ അനുവദിക്കാത്തവർ മരണത്തിൽ ഒന്നിച്ചിരിക്കുന്നു. പക്ഷേ ആ വീടിനുള്ളിലെ ഓരോ അണുവിലും ആ പ്രണയത്തിൻ്റെ സങ്കടവും മരണത്തിൻ്റെ തണുപ്പും ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ആ വഴിയിൽ നിന്നും നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് പാഞ്ഞു. തിരുവനന്തപുരത്തെ ആ ജോലി വേണ്ടെന്ന് വെച്ച് അന്ന് തന്നെ ഞാൻ നാട്ടിലേക്ക് മടങ്ങി. ഇന്നും ആ അമ്പലത്തിൻ്റെ മണികളും മുകളിലത്തെ നിലയിലേക്കുള്ള ആ രൂപങ്ങളുടെ പാച്ചിലും ടെറസിലെ ആ കുടുംബവും എൻ്റെ സ്വപ്നങ്ങളിൽ വരാറുണ്ട്. ചില വീടുകൾ വെറും കെട്ടിടങ്ങളല്ല, അവ വേദനിക്കുന്ന ആത്മാക്കളുടെ തടവറകൾ കൂടിയാണെന്ന് ആ അനുഭവം എന്നെ പഠിപ്പിച്ചു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി അവധിക്കാലം ആഘോഷിക്കാനാണ് അഞ്ജലിയും മീരയും തങ്ങളുടെ ബന്ധുവായ വേണുമാമൻ്റെ വീട്ടിലെത്തിയത്. ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും തണുപ്പും അവർക്ക് വലിയ ആവേശമായിരുന്നു. രാത്രിയിൽ ഉമ്മർത്തിരിക്കുമ്പോൾ വേണുമാമൻ പറഞ്ഞ കഥകളിലൊന്നാണ് കരിമ്പനക്കിലെ തറവാട്. അങ്ങോട്ടാരും പോകാറില്ല മക്കളെ. അവിടെ തെളിയുന്ന ആ വിളക്ക്, അത് വെറുമൊരു വെളിച്ചമല്ല, അതൊരു കാത്തിരിപ്പാണ്, മാമൻ പറഞ്ഞു നിർത്തി. അത് കേട്ട് മീര ചിരിച്ചു. മാമനിപ്പോഴും ഈ പഴയ പ്രേതകഥകളിൽ വിശ്വസിക്കുന്നുണ്ട്. വല്ല മിന്നാമിനിങ്ങോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തമാശയ്ക്ക് ചെയ്യുന്നതോ ആയിരിക്കും. പക്ഷേ അഞ്ജലിയുടെ ഉള്ളിലൊരു ഭയം മുട്ടിട്ടിരുന്നു. എങ്കിലും മീരയുടെ ധൈര്യത്തിന് മുന്നിൽ അവൾക്ക് തോറ്റുകൊടുക്കാൻ മനസ്സ് വന്നില്ല. നമുക്കൊന്ന് പോയി നോക്കിയാലോ? മീര ചോദിച്ചപ്പോൾ അഞ്ജലി ആദ്യമൊന്നും അടിച്ചെങ്കിലും ഒടുവിൽ സമ്മതിച്ചു. അന്ന് രാത്രി കൃത്യം 9 മണിക്ക് അവർ വീട്ടിൽ നിന്നും രഹസ്യമായി പുറത്തിറങ്ങി. കയ്യിലൊരു ടോർച്ചും ഫോണുമായി അവർ പാടവരമ്പിലൂടെ അങ്ങനെ നടന്നു. ചുറ്റും കരിമ്പനകളുടെ നീണ്ട നിഴലുകൾ, ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിൽ അന്തരീക്ഷത്തിൽ ഒരുതരം അസ്വസ്ഥത നിറച്ചു. പാടത്തിന് മുകളിലൂടെ ഒഴുകി വരുന്ന മഞ്ഞുതുള്ളികൾ അവരുടെ ചർമ്മത്തിൽ തട്ടിയപ്പോൾ ഒരു തണുപ്പ് അസ്ഥികളിൽ തുളച്ചു കയറി. ദൂരെ കാടിൻ്റെ മറവിൽ ആ പഴയ തറവാട് കാണാം. തകർന്ന ഓടുകളും പായൽ പിടിച്ച ചുവരുകളും. പെട്ടെന്ന് അഞ്ജലി നിന്നു. മീര നോക്ക്. തറവാടിൻ്റെ മുകളിലത്തെ നിലയിലൊരു ചെറിയ പ്രകാശം, മങ്ങിയ മഞ്ഞ വെളിച്ചം. അതാ മൺവിളക്കായിരുന്നു. 10 മിനിറ്റ് ആ വെളിച്ചം കണ്ടപ്പോൾ മീരയുടെ ഉള്ളിലെ ധൈര്യവും ഒന്ന് ചോർന്നു പോയെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല. വാ, നമുക്ക് ഉള്ളിൽ എന്താണെന്ന് നോക്കാം. അവർ പിന്നെയും മുന്നോട്ട് നടന്നു. തറവാടിൻ്റെ മുറ്റം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. കരിയിലകൾക്ക് മുകളിലൂടെ നടക്കുമ്പോൾ ഉണ്ടായ ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ടു. കാറ്റിൽ ഉണങ്ങിയ ഇലകൾ പറക്കുന്നത് ആരുടെയോ കാൽപ്പെരുമാറ്റം പോലെ തോന്നിപ്പിച്ചു. പ്രധാന വാതിൽ പാതി തുറന്ന് കിടക്കുകയായിരുന്നു. ആ വലിയ തടിവാതിൽ തള്ളി തുറന്നപ്പോൾ ഉണ്ടായ കരകര ശബ്ദം അവരുടെ ഉള്ളിലെ ഭയത്തിന് ആക്കം കൂട്ടി. അകത്ത് പ്രവേശിച്ചതും പഴകിയ മരത്തിൻ്റെയും ചിതലിൻ്റെയും കൂടെ ഏതോ നശിച്ച പൂക്കളുടെയും ഒരു ഗന്ധം അവരെ എതിരേറ്റു. ടോർച്ച് വെളിച്ചം ചുവരിലേക്ക് പതിച്ചു. അവിടെ പഴയ കാലത്ത് ചില ചിത്രങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. പൊടി പിടിച്ച കണ്ണാടികളിൽ തങ്ങളുടെ പ്രതിബിംബം കണ്ടപ്പോൾ അവരൊന്ന് ഞെട്ടി. അഞ്ജലി മീരയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. മീര, നമുക്ക് തിരിച്ചു പോയാലോ? എനിക്കെന്തോ ശരിയില്ലെന്ന് തോന്നുന്നു. പേടിക്കാതെ അഞ്ജലി, നമ്മൾ ആ മുകളിലെ മുറി വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. മുകളിലേക്ക് പോകാനുള്ള മരകോമണി ഓരോ ചുവടുവെപ്പിലും കരഞ്ഞുകൊണ്ടിരുന്നു. ആ ശബ്ദം താഴെയിരിക്കുന്ന ആരോ കേൾക്കുന്നുണ്ടാകുമോ എന്ന പേടി അവരെ വിറപ്പിച്ചു. ഗോവണിയുടെ കൈവരികളിൽ തൊട്ടപ്പോൾ ഐസ് പോലെ തണുത്തൊരു അനുഭവം. മുകളിലെത്തിയപ്പോൾ അന്തരീക്ഷത്തിലെ വായുവിന് കനം കൂടിയതുപോലെ തോന്നി. ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ചുമരുകളിൽ നിന്ന് ആരുടെയോ കണ്ണുകൾ തങ്ങളെ പിന്തുടരുന്നതായി അഞ്ജലിക്ക് തോന്നി. ഓരോ മുറിയും ശൂന്യമായിരുന്നു. ഒടുവിൽ ആ വിളക്ക് കത്തുന്ന ആ മുറിക്ക് മുന്നിൽ അവരെത്തി. വാതിൽക്കലെത്തിയപ്പോൾ വിചിത്രമായ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചു. ആ മുറിക്കുള്ളിൽ നിന്ന് ഒരു പഴയ പാട്ടിൻ്റെ നേർത്ത ശബ്ദം കേൾക്കാം. ആരോ മൂളുന്നത് പോലെ, അല്ലെങ്കിൽ കാറ്റ് മൂളുന്നത് പോലെ. മീര പതുക്കെ ആ വാതിലിൽ തള്ളി. വാതിൽ തുറന്നതും അവർ കണ്ടത് തിളങ്ങുന്ന ആ വിളക്കാണ്. മുറിയുടെ നടുവിൽ ഒരു പഴയ മരമേശപ്പുറത്ത് ഒരു മൺവിളക്ക് തെളിഞ്ഞു നിൽക്കുന്നു. ആശ്ചര്യകരമെന്ന് പറയട്ടെ,
ആ മുറി മാത്രം വൃത്തിയായി കിടക്കുന്നു. പൊടിയില്ല, ചിതലില്ല. പെട്ടെന്ന് ആ മുറിയിലെ വലിയ കണ്ണാടിയിൽ അഞ്ജലിയുടെ കണ്ണുകൾ ഉടക്കി. അവളുടെ പിന്നിൽ മീര നിൽക്കുന്നതിന് തൊട്ടടുത്തായി ഒരു രൂപം. വെള്ളവസ്ത്രം ധരിച്ച മുടിയഴിച്ചിട്ട് ഒരു സ്ത്രീ. പക്ഷേ മീരയത് കണ്ടിരുന്നില്ല. അഞ്ജലിയുടെ നാവ് പിണഞ്ഞുപോയി. അവൾക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൾ വിറയ്ക്കുന്ന കൈകളാൽ കണ്ണാടിയിലേക്ക് വിരൽ ചൂണ്ടി. മീര തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. എന്താ അഞ്ജലി? മീര, പിന്നിലാരോ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ മുറിയിലെ വിളക്കണഞ്ഞു. കനത്തയിലോട്ട് അവരെ പൊതിഞ്ഞു. ആ നിമിഷം ആരുടെ കൈകൾ അഞ്ജലിയുടെ തോളിൽ അമർന്നു. ഒരു തണുത്ത സ്പർശനം. അതോടൊപ്പം അവളുടെ കാതിലൊരു ശബ്ദം മന്ത്രിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് പോകും. അവർ രണ്ടുപേരും അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. ടോർച്ച് താഴെ വീണു. ഫോണിൻ്റെ നേർത്ത വെളിച്ചത്തിൽ അവർ ഗോവണി ലക്ഷ്യമാക്കി ഓടി. പക്ഷേ അവർ കയറി വന്ന ആ ഗോവണി അവിടെയില്ലായിരുന്നു. പകരം ഒരു ചുവര് മാത്രം. ഇതെങ്ങനെ സംഭവിക്കും? നമ്മൾ ഇവിടെയല്ലേ കയറി വന്നത്? മീര നിലവിളിച്ചു. അന്തരീക്ഷത്തിലൊരു ഭീകരമായ ചിരി മുഴങ്ങി. ആ ശബ്ദം എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇടനാഴിയുടെ അറ്റത്ത് ആ സ്ത്രീരൂപം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മുഖം വ്യക്തമല്ലായിരുന്നു. പക്ഷേ കണ്ണുകൾ രണ്ടും തീക്കനൽ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ സാവധാനം അവർക്ക് നേരെ നടന്നു വന്നു. ഓരോ ചുവടുവയ്പ്പിലും തറവാട് മൊത്തം കുലുങ്ങുന്നത് പോലെ തോന്നി. മുറികളിലെ വാതിലുകൾ തനിയെ തുറന്നടഞ്ഞു. മുകളിൽ നിന്ന് രക്തം പോലെ ചുവന്ന ദ്രാവകം തുള്ളികളായി വീഴാൻ തുടങ്ങി. അഞ്ജലിയും മീരയും ഒരു മൂലയിലേക്ക് ഒതുങ്ങി. ആ സ്ത്രീ അവരുടെ അടുത്തെത്തിയപ്പോൾ ചുറ്റുമുള്ള വായുവിന് മരണത്തിൻ്റെ ഗന്ധമായി. ഞങ്ങൾ അറിയാതെ വന്നതാണ്, ഞങ്ങളെ പോകാൻ അനുവദിക്കും. മീര കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ആ രൂപം മീരയുടെ അരികിൽ നിന്നു. തണുത്തേരി കാറ്റ് അവരെ വലയം ചെയ്തു. പെട്ടെന്ന് തറവാടിൻ്റെ ജനാലകളെല്ലാം തനിയെ തുറന്നു. പുറത്ത് കാറ്റ് ആഞ്ഞു വീശുകയാണ്. കരിമ്പനകൾ തലതല്ലിക്കരയുന്നു. പെട്ടെന്ന് അഞ്ജലിയുടെ മനസ്സിൽ മാമൻ പറഞ്ഞ ആ കാര്യം ഓർമ്മ വന്നു. ആ വീട്ടിൽ കയറി ഭയപ്പെട്ടാൽ ആ ഭയം അവരെ വിഴുങ്ങും. മനസ്സ് തളരാതെ പ്രാർത്ഥിക്കുക. അഞ്ജലി കണ്ണുകളടച്ച് ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മീരയെ അവൾ മുറുകെ പിടിച്ചു. ആ സ്ത്രീരൂപം അലറിക്കൊണ്ട് അവരുടെ മുന്നിൽ നിന്ന് മാഞ്ഞുപോയി. പെട്ടെന്ന് തറയിലെ ഒരു പലകയിളകി താഴേക്ക് വഴി തെളിഞ്ഞു. അവർ ആ ദ്വാരത്തിലൂടെ താഴേക്ക് ചാടി. അത് താഴ്ത്ത നിലയിലെ അറയിലേക്കാണ് എത്തിയത്. അവിടെ നിന്ന് പുറത്തേക്കുള്ള വഴി അവർ കണ്ടെത്തി. പാടവരമ്പിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരോടി. പിന്നിൽ ആ തറവാട് വീണ്ടും നിശബ്ദമായി. വീട്ടിലെത്തിയപ്പോൾ രണ്ടുപേരും ബോധരഹിതരായി വീണു. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ അവർക്ക് നടന്നതൊന്നും ഒരു സ്വപ്നമായി തോന്നിയില്ല. കാരണം അഞ്ജലിയുടെ തോളിൽ ഒരു നീലിച്ച അടയാളമുണ്ടായിരുന്നു. ഒരു കൈപ്പത്തിയുടെ ആകൃതിയിലുള്ള അടയാളം. എല്ലാം നടന്നത് തന്നെയാണ് അവർക്ക് മനസ്സിലായി. അതിനുശേഷം അവരിരുവരും അത്തരമൊരു സാഹസത്തിന് മുതിർന്നിട്ടില്ല. എൻ്റെ കല്യാണത്തിന് കൃത്യം ഒരാഴ്ച കൂടി. ആവേശവും ചെറിയൊരു പരിഭ്രമവും മനസ്സിൽ തിരതല്ലുന്ന സമയം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പം ഒരു രാത്രി. അതായിരുന്നു പ്ലാൻ. ആഘോഷങ്ങൾക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് വയനാടിൻ്റെ അതിർത്തിയിലുള്ള കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പഴയ റിസോർട്ടായിരുന്നു. അന്ന് അവിടെ നടന്നത് വെറുമൊരു പാർട്ടിയായിരുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ, ഇന്നും ഓർക്കുമ്പോൾ സിരകളിൽ ചോരം മരവിപ്പിക്കുന്ന ആ രാത്രിയെക്കുറിച്ച് ഞാൻ ആദ്യമായി പറയുകയാണ്. റിസോർട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരുതരം വന്യമായ തണുപ്പ് ഞങ്ങളെ പൊതിഞ്ഞു. മൊബൈൽ റേഞ്ച് പോലുമില്ലാത്ത, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരിടം. പഴയ തടിയിൽ തീർത്ത വലിയൊരു ബംഗ്ലാവ് പോലെയായിരുന്നു ആ റിസോർട്ട്. പടുകൂറ്റൻ മരങ്ങൾ അതിനു ചുറ്റും കാവൽക്കാരെ പോലെ നിന്നു. വൈകുന്നേരം പാർട്ടി ഉഷാറായി. ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ രാത്രി 12 മണിയോടെ ഉള്ളിലെ മുറികളിലേക്ക് വലിഞ്ഞു. പക്ഷേ ഞാനും എൻ്റെ പ്രാണസ്നേഹിതരായ രാഹുലും വിഷ്ണുവും മാത്രം പുറത്തെ വിശാലമായ വരാന്തയിൽ തന്നെ ഇരുന്നു. പഴയ ചാരുകസാരകളും തടികൊണ്ടുള്ള തൂണുകളുമുള്ള ആ വരാന്തയ്ക്ക് നേരെ മുന്നിൽ കറുത്തിലുണ്ട കാടാണ്. ഞങ്ങൾ 3 പേരും അത്യാവശ്യം നല്ല രീതിയിൽ മദ്യപിച്ചിരുന്നു. പഴയ സ്കൂൾ കാലത്തെ ഓർമ്മകളും പ്രണയങ്ങളും വരാനിരിക്കുന്ന എൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള തമാശകളും പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല.
എടാ അർജുനെ, നിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെയൊന്ന് ഒത്തുചേരലുണ്ടാകുമോ? വിഷ്ണു ഗ്ലാസ്സിൽ ബാക്കി വന്ന പാനീയം ഒറ്റയടിക്ക് കുടിച്ചു തീർത്തുകൊണ്ട് ചോദിച്ചു. പിന്നെന്താടാ, നമ്മൾ എന്നും ഇങ്ങനെ തന്നെയായിരിക്കും, ഞാൻ ആവേശത്തോടെ മറുപടി പറഞ്ഞു. പക്ഷേ ആ സമയം കാട്ടിൽ നിന്ന് അസാധാരണമായ ഒരു കാറ്റ് വീശി. മരങ്ങൾ പരസ്പരം ഉരസുന്ന ശബ്ദം ഒരു വിലാപം പോലെ തോന്നിപ്പിച്ചു. സമയം പുലർച്ചെ 2 മണി കഴിഞ്ഞിരുന്നു. മദ്യത്തിൻ്റെ ലഹരിയും തണുത്ത കാറ്റും കാരണം ഞങ്ങൾ 3 പേരും വരാന്തയിലെ ആ തടിത്തറയിൽ തന്നെ കിടന്നുറങ്ങിപ്പോയി. എത്ര നേരം ഉറങ്ങിയെന്നറിയില്ല. പെട്ടെന്നൊരു വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. മദ്യത്തിൻ്റെ ലഹരി ഏകദേശം വിട്ടുപോയിരുന്നു. ചുറ്റും കനത്ത ഇരുട്ട്. ദൂരെ എവിടെ ഒരു മൂങ്ങ കരയുന്നുണ്ട്. രാഹുലും വിഷ്ണുവും എൻ്റെ ഇരുവശത്തുമായി നല്ല ഉറക്കത്തിലാണ്. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കെന്തോ ഒരു അസ്വാഭാവികത തോന്നി. കാട് ഭീകരമാംവിധം നിശബ്ദമായിരിക്കുന്നു. സാധാരണ കേൾക്കാറുള്ള ചീവീടുകളുടെ ശബ്ദം പോലും നിലച്ചിരിക്കുന്നു. വരാന്തയുടെ അറ്റത്തുള്ള ഒരു പഴയ വിളക്ക് കാറ്റിൽ ആടിക്കൊണ്ടിരുന്നു. അതിൻ്റെ നിഴലുകൾ ചുവരുകളിൽ പ്രേതരൂപങ്ങളെപ്പോലെ നൃത്തം ചെയ്തു. പെട്ടെന്നാണ് കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ആരോ ഉണങ്ങിയ ഇലകളിലൂടെ നടന്നു വരുന്ന ശബ്ദം. ഞാൻ സൂക്ഷിച്ചു നോക്കി. ഇരുട്ടിൽ നിന്നും കാണുന്നില്ല. വന്യമൃഗങ്ങൾ വല്ലതുമായിരിക്കുമെന്ന് കരുതി ഞാൻ വീണ്ടും കിടക്കാനൊരുങ്ങി. അപ്പോഴാണ് ആ മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറിയത്. ചീഞ്ഞൊഴുകിയ മാംസത്തിൻ്റെയും ഏതോ പഴയ പൂക്കളുടെയും കലർന്ന ഒരു രൂക്ഷഗന്ധം. രാഹുൽ, എടാ രാഹുൽ! ഞാൻ അവനെ തട്ടി വിളിച്ചു. അവൻ ഒന്ന് അസ്വസ്ഥനായി തിരിഞ്ഞു കടന്നതല്ലാതെ ഉണർന്നില്ല. പെട്ടെന്ന് വരാന്തയുടെ തൂണിന് പിന്നിലൊരു നിഴൽ അനങ്ങുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അതൊരു മനുഷ്യരൂപമായിരുന്നു. പക്ഷേ സാധാരണ മനുഷ്യനേക്കാൾ ഉയരം കൂടിയ മെലിഞ്ഞുണങ്ങിയൊരു രൂപം. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇത് മദ്യത്തിൻ്റെ തോന്നലാണെന്ന് സ്വയം വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ രൂപം വരാന്തയിലേക്ക് കയറി വരുന്ന ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാൻ തുടങ്ങി. തടിത്തറയിൽ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന ആ ശബ്ദം. ഞാൻ മെല്ലെ കണ്ണു തുറന്നു. എൻ്റെ തൊട്ടടുത്ത് വിഷ്ണു കിടക്കുന്നതിനപ്പുറം ആരോ നിൽക്കുന്നു. വെളുത്ത നിറം മങ്ങിയ ഒരു സാരി ധരിച്ച രൂപം. അവളുടെ മുഖം മുടികൊണ്ട് മറഞ്ഞിരുന്നു. നീളമുള്ള കൈവിരലുകളിൽ കറുത്ത നഖങ്ങൾ. വിറയിലോടെ ഞാൻ വിഷ്ണുവിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. എൻ്റെ തൊണ്ട ആരോ മുറുക്കി പിടിച്ചതുപോലെ തോന്നി. ആ രൂപം പതുക്കെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കുനിഞ്ഞു. അവളുടെ ശ്വാസം വിഷ്ണുവിൻ്റെ മുഖത്തടിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. എന്നിട്ട് അവൾ പതുക്കെ തലതിരിച്ചു. ദൈവമേ, ആ കാഴ്ച എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അവളുടെ കൺതടങ്ങൾ കുഴിഞ്ഞ് മറഞ്ഞിരുന്നു. അവിടെ കണ്ണുകൾക്ക് പകരം വെറും ശൂന്യത മാത്രം. വായയുടെ വശങ്ങളിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങിയ പാടുകൾ. അവൾ എന്നെ നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയൊരു മനുഷ്യൻ്റേതായിരുന്നില്ല. അതേതോ മൃഗത്തിൻ്റെ മുരൾച്ച പോലെ തോന്നിപ്പിച്ചു. അവൾ പതുക്കെ എൻ്റെ അടുത്തേക്ക് നീങ്ങി. എനിക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല. ഇതിനെയാണോ ഉറക്കത്തിലെ തളർച്ച, സ്ലീപ്പ് പാരാലിസിസ് എന്ന് വിളിക്കുന്നത്? പക്ഷേ ഇതുവരും തോന്നലില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. അവളുടെ തണുത്ത കൈകൾ എൻ്റെ കഴുത്തിൽ സ്പർശിക്കുന്നത് ഞാനറിഞ്ഞു. ആ സ്പർശനത്തിന് ഐസിനേക്കാൾ തണുപ്പുണ്ടായിരുന്നു. നീ ഇവരെ കൊണ്ടുപോകില്ല, അവൾ വളരെ താഴ്ന്ന സ്വരത്തിൽ മന്ത്രിച്ചു. ആ ശബ്ദം എൻ്റെ തലച്ചോറിനുള്ളിൽ പ്രതിധ്വനിച്ചു. ഞാൻ സർവശക്തിയും സംഭരിച്ചു ഉറക്കെ കരയാൻ ശ്രമിച്ചു. ഒടുവിൽ എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു ദീനരോധനം പുറത്തു വന്നു. അതോടെ രാഹുലും വിഷ്ണുവും ഞെട്ടി ഉണർന്നു. അവർ ഉണർന്ന നിമിഷം ആ രൂപം വായുവിൽ അലിഞ്ഞുപോയി. വരാന്തയിലെ ആ വിളക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ഞങ്ങൾ പൂർണ്ണമായി ഇരുട്ടിലായി. എന്താ പറ്റിയത്? രാഹുൽ പരിഭ്രമത്തോടെ ചോദിച്ചു. അവൻ ടോർച്ച് തെളിച്ചു. ഞാൻ കതച്ചുകൊണ്ട് നടന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അവരാദ്യം വിശ്വസിച്ചില്ല. നീ വല്ല സ്വപ്നവും കണ്ടതാവും അർജുനെ, നമുക്കുള്ളിലേക്ക് പോകാം, വിഷ്ണു പറഞ്ഞു. പക്ഷേ അവൻ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വസ്ത്രത്തിൽ പിടിച്ച് ആരോ വലിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ്റെ ഷർട്ടിൻ്റെ പിൻഭാഗം തടിത്തറയിലെ ഒരു ആണിയിൽ കുടുങ്ങിയതാണെന്ന് കരുതി അവൻ നോക്കി. പക്ഷേ അവിടെ കണ്ട കാഴ്ച ഞങ്ങളെ 3 പേരെയും തളർത്തിക്കളഞ്ഞു. വിഷ്ണുവിൻ്റെ ഷർട്ടിൽ ചീഞ്ഞൊഴുകിയ വിരലുകളുടെ 5 പാടുകളുണ്ടായിരുന്നു.
ആ ഭാഗത്തെ തുണി കരിഞ്ഞു പോയതുപോലെ തോന്നി. കൂടാതെ വരാന്തയിലെ തറയിൽ ചെളിപുരണ്ട മനുഷ്യൻ്റേതല്ലാത്ത പാദമുദ്രകൾ കാട്ടിലേക്ക് നീളുന്നുണ്ടായിരുന്നു. ഞങ്ങളൊന്നും ആലോചിച്ചില്ല. ഉള്ളിലെ മുറിയിൽ ഉറങ്ങുന്ന ബാക്കിയുള്ള സുഹൃത്തുക്കളെ വിളിച്ചുണർത്തി. അവർ നടന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവരാദ്യം കളിയാക്കിയെങ്കിലും എൻ്റെ മുഖത്തെ ഭയവും വിഷ്ണുവിൻ്റെ ഷർട്ടിലെ പാടുകളും കണ്ടപ്പോൾ അവർക്കും പേടിയായി. ബാക്കി രാത്രി മുഴുവൻ ഞങ്ങളാരും ഉറങ്ങിയില്ല. ഒരു മുറിയിൽ എല്ലാവരും ചേർന്നിരുന്നു. ജനലുകൾക്കപ്പുറം കാട്ടിൽ നിന്ന് ആരുടെ കരച്ചിലും ചിരിയും ഇടകലർന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആരോ വാതിലിൽ ശക്തിയായി മുട്ടുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ വിറച്ചുപോയി. രാവിലെ വെളിച്ചം വീണയുടനെ ഞങ്ങൾ അവിടെ നിന്ന് ബാഗുമെടുത്തിറങ്ങി. റിസോർട്ട് മാനേജരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാളുടെ മുഖം വിളറി. സാറേ, അപ്പുറത്തെ കാട്ടിൽ വർഷങ്ങൾക്ക് മുൻപൊരു സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു. തൻ്റെ വിവാഹത്തിന് ഒരാഴ്ച മുൻപ് കാമുകൻ അവളെ ചതിച്ചു കൊന്നതാണ്. അന്നു മുതൽ റിസോർട്ടിൻ്റെ വരാന്തയിലിരുന്ന് പാർട്ടി നടത്തുന്ന യുവാക്കളെ കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. പക്ഷെ ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അയാൾ വിറയലോടെ പറഞ്ഞു. വിഷ്ണുവിൻ്റെ ആ ഷർട്ട് ഞങ്ങൾ കളഞ്ഞില്ല. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ കാണുന്ന ലോകത്തിനപ്പുറം വിശദീകരിക്കാനാവാത്ത ചില ശക്തികൾ ഇന്നും അലയുന്നുണ്ടെന്ന സത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ആ സംഭവത്തിന് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ സമാധാനമായി ജീവിക്കുന്നു. എങ്കിലും ഇന്നും രാത്രിയിൽ കാറ്റടിക്കുമ്പോൾ അല്ലെങ്കിൽ കാടിൻ്റെ അരികിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ രൂപത്തിൻ്റെ ക്രൂരമായ ചിരി എൻ്റെ കാതുകളിൽ മുഴങ്ങാറുണ്ട്.